കഥ തുടരുന്നു. എല്ലാ വിവാഹ വീടുകളിലും തലേന്ന് പതിവുള്ള ചടങ്ങുകളിലൊന്നായിരുന്നു അത്. വധുവിനുള്ള ഉടുപ്പുടവകളും താലിയുമൊക്കെ തയ്യാറാക്കി വയ്ക്കുക. ബാച്ചലർ ജീവിതത്തിൻ്റെ അവസാന രാവിൽ വരനെ ആവുമട്ട് കളിയാക്കുക, ഉപദേശിക്കുക. ശരിക്കും പെങ്ങന്മാരാണിതൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ വിപിനന് സ്വന്തമായിട്ട് അങ്ങനെ ആരുമില്ല. ആ സ്ഥാനത്തുള്ള ചിലരാകട്ടെ ഈ കല്യാണത്തിന് വന്നിട്ടുമില്ല. അവരൊരിക്കലും വിപിനെ ആങ്ങളയുടെ സ്ഥാനത്ത് പരിഗണിച്ചിട്ടേയില്ല. തങ്ങൾക്ക് കിട്ടിയ ചെറിയ മുറിയിൽ വിപിനൻ്റെയും അമ്മയുടെയും പെട്ടികളും സാധനങ്ങളും ഒതുക്കി വെച്ചിരുന്നു. രണ്ടുപേർക്ക് കഷ്ടിച്ച് കിടക്കാവുന്ന മേക്കട്ടിയുള്ള കട്ടിലും ചെറിയൊരു മേശയും ഇട്ട മുറിക്കുള്ളിൽ സ്ഥലം തീർത്തും കുറവായിരുന്നു. നാളെ ഇത് വിപിനൻ്റെ മണിയറയും കൂടിയാണ്. അവളുടെ പെട്ടിയും സാധനങ്ങളുമൊക്കെ വെക്കാൻ സ്ഥലമുണ്ടാകുമോ? കുറച്ചുകൂടി വലിപ്പമുള്ള മുറി വേണ്ടിയിരുന്നെന്ന് വിപിനൻ ഓർത്തു. അത്തരം മുറികൾക്ക് ഈ വലിയ വീട്ടിൽ പഞ്ഞമൊന്നുമില്ലതാനും. സാരമില്ല, 1-2 ദിവസത്തെ കാര്യമാണല്ലോ. ക്വാർട്ടേഴ്സിലും ചെറിയ മുറികളാണ്. അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞ് തങ്ങൾക്കൊപ്പം തിരിച്ചെത്തിയാൽ മതിയായിരുന്നു എന്നൊരു ചിന്തയും വിപിനിന് ഇപ്പോഴുണ്ട്. താനും രത്നമേഖലയും മാത്രമായി ഏതാനും ദിവസം. അപ്പോഴേക്കും അവളുമൊത്തുള്ള ജീവിതമൊന്ന് ട്രാക്കിലായേക്കും. മുറിക്കുള്ളിലേക്ക് വിപിനൻ്റെ ചെറിയമ്മ പ്രമോദിനി കയറി വന്നു. എന്തൊരു മാളമാണത്! ഇതിലും നല്ലൊരു മുറി ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? അവർ അസ്വസ്ഥതയോടെ പിറുപിറുത്തുകൊണ്ട് മരത്തിൻ്റെ ജനൽപ്പാളികൾ തുറന്നിട്ടു. എന്നിട്ടും അകത്തേക്ക് കാറ്റ് കടക്കുന്നില്ല. പുറത്ത് കാറ്റില്ല. ഉണ്ടെങ്കിലും ഈ ചെറിയ പഴുതിലൂടെ കയറി വരണമെന്നില്ല. 10-200-ലധികം വർഷം പഴയ വീടാണ്. പിന്നെ അവിടെയും ഇവിടെയുമൊക്കെയായി ഏച്ചുകെട്ടലുകളും പുതുക്കലുകളും നടത്തിയിട്ടുണ്ട്. വീട്ടിലിപ്പോൾ താമസിക്കുന്നവർ കല്യാണച്ചക്കന് നല്ലൊരു മുറി കൊടുക്കാത്തതിനെപ്പറ്റി പരാതിപ്പെട്ടുകൊണ്ട് തന്നെ പ്രമോദിനി നാളത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരുക്കി വയ്ക്കാൻ തുടങ്ങി. പെട്ടി തുറന്ന് കല്യാണപ്പുടവകളും താലിമാലയും തളികയിൽ ഭംഗിയായി മടക്കി അതേപടി വെച്ച് പെട്ടി പൂട്ടി. വിപനിടാനുള്ള മുണ്ടും ഷർട്ടും ഭദ്രമായി എടുത്തു വെച്ചു. താലിമാലയുടെ തൂക്കത്തെക്കുറിച്ചും കല്യാണ സാരിയുടെ നിറത്തെക്കുറിച്ചുമൊക്കെ പലതരം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവരോരോന്നും ചെയ്യുന്നത്. ഇത്തിരി കൂടി തൂക്കമുള്ള മാല വാങ്ങാറുന്നു കേട്ടോ. നീ വലിയ ഉദ്യോഗസ്ഥനല്ലേ എന്നും മെറൂൺ കളർ വേണ്ടിയിരുന്നില്ല. അവൾക്ക് പച്ചയായിരുന്നു കൂടുതൽ ചേർച്ച എന്നൊക്കെയുള്ള വാക്കുകൾ വിപിനൻ മിണ്ടാതിരുന്ന് കേട്ടു. വിനോദേ, എന്താണ് ചുറ്റുന്നത്? ഈ നിറമില്ലാത്ത മുണ്ടോ? അമ്മ കല്യാണത്തിന് വരുന്നില്ലല്ലോ. ചുവപ്പ് കര വേഷ്ടിയും മുണ്ടുമാണെന്ന് തോന്നുന്നു. കല്യാണത്തിന് വരില്ല അച്ഛലും വൃത്തിയുള്ള ഒന്നും ഇടാലോ. ഇവിടെയും ആൾക്കാർ വരുന്നതല്ലേ. നീ ഒന്നും പറഞ്ഞില്ലേ? വിപിനൻ പിന്നെയും മിണ്ടാതിരുന്നു. രാവിലെ അജയനൊപ്പം അമ്പലത്തിൽ പോകണമെന്നും അക്കരെയും ഇക്കരെയും തൊഴണമെന്നും 10 മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പ്രമോദിനെ ഓർമ്മിപ്പിച്ചു. ഉറങ്ങിക്കോ, നാളെ പുലർച്ചെ എണീക്കേണ്ടതല്ലേ. വിനോദ് അപ്പുറത്ത് കിടന്നോളും. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വൈകും, വാതിലടച്ചോ. ചെറിയമ്മ പോകാൻ വേണ്ടി വിപിനൻ കാത്തു. ഉറക്കം വന്നിട്ടല്ല, ഇന്ന് അവളെക്കുറിച്ച് ഓർക്കണം. മുഖം പോലും ശരിക്കും കാണാത്ത ആ പെൺകുട്ടി നാളെ തനിക്കൊപ്പം ഈ മുറിയിലുണ്ടാവും. അവൾ ഇതുവരെ ജീവിച്ച 23 വർഷത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. തൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൾക്കും. നാളെ രാത്രി തങ്ങൾ അതിലെക്കുറിച്ചായിരിക്കുമോ മിണ്ടുക? വിപിൻ അറിയില്ല. അവനിതുവരെ പെൺസുഹൃത്തുക്കൾ ഉണ്ടായിട്ടില്ല. തറവാട്ടിലെ പെൺകുട്ടികൾ അവനെ പുച്ഛത്തോടും അവജ്ഞയോടുമേ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാവും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പെൺകുട്ടികളോട് മിണ്ടാൻ പോലും വിപിന് മടിയായിരുന്നു. അവരുടെ കണ്ണിലെ മുനയുള്ള പരിഹാസം, ദേഹത്തെപ്പാടും മുടിനാരിൽ പോലും തിളങ്ങുന്ന അവഗണന വിപിനെ അതെല്ലാം ഭയപ്പെടുത്തി. പെൺകൂട്ടങ്ങൾക്കടുത്തെത്തുമ്പോൾ എപ്പോഴും ഉള്ളം കൈ വിയർത്തു. കാലുകൾ വിറയായിരുന്നു. ലൈബ്രറിയിലേക്ക് ഒഴിഞ്ഞുമാറി നടന്നോ, പുതുതായി വാങ്ങിയ കോമ്പറ്റീഷൻ സക്സസിലേക്ക് മുഖം പൂഴ്ത്തിയോ രക്ഷപ്പെടുകയായിരുന്നു എന്നും പതിവ്. ഇപ്പോഴിതാ ഒരു രക്ഷപ്പെടലും സാധ്യമല്ലാത്ത വിധം ഒരു പെൺകുട്ടിക്കൊപ്പം അവൻ മുറിക്കുള്ളിൽ കുരുങ്ങാൻ പോകുന്നു. അതും സ്വയം ആഗ്രഹിച്ചിട്ട്. അജിയേട്ടൻ ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ അവളോട് മിണ്ടി അടുപ്പമുണ്ടാക്കണം. എന്നിട്ട് മതി സെക്സൊക്കെ. അവളെ സ്നേഹിക്കാൻ തനിക്ക് കഴിയും. ഇപ്പോൾ തന്നെ എത്ര ഇഷ്ടത്തോടെയാണ് അവളെക്കുറിച്ച് താൻ ഓർക്കുന്നത്. നീ എന്താ ആലോചിക്കുന്നത് വിപിന? പ്രമോദ ചെറിയമ്മയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവർ മുറിവിട്ട് പോയില്ലെന്നും ജനാലയോർത്ത് നിൽക്കുകയാണെന്നും വിപിനൻ കണ്ടത്. ഒന്നുമില്ലെന്ന് അവൻ തലയാട്ടി. ഞാൻ വിനോദയുടെ കല്യാണമാ ഓർക്കുന്നത്. ഒട്ടും ഘോഷമൊന്നുമില്ലാതായിരുന്നു. അതും അടുത്ത ബന്ധുക്കൾ മാത്രം. അവരെ അവസാനം പണ്ടമൊക്കെ കൂടുതൽ ചോദിച്ചു. അതൊപ്പിക്കാൻ കല്യാണ ചെലവ് കുറയ്ക്കേണ്ടി വന്നു. അല്ലെങ്കിലും ഞാനടക്കം 4 പെൺകുട്ടികളെ പറഞ്ഞേക്കാൻ അച്ഛൻ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ടത്. വിപിനെ അക്കഥ കേൾക്കാൻ താല്പര്യം തോന്നിയില്ല. അമ്മയുടെ കല്യാണ കാര്യങ്ങൾ. വിപിനൻ്റെ കാഴ്ചയിൽ നിന്നും അമ്മ വയസ്സായൊരു സ്ത്രീയായിരുന്നു. എന്നും അവർ അമ്മയുമായിരുന്നു. എമ്പാടും പലതരം കറകൾ പുരണ്ട വെള്ളയുടുക്കുന്ന അലങ്കോലമായ തലമുടി കെട്ടും വിയർത്തൊഴുകുന്ന മുഖവുമുള്ള പ്രായമായൊരമ്മ. എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്യുന്നതായേ വിപിനൻ അമ്മയെ കണ്ടിട്ടുള്ളൂ. അവരും ഒരു പെൺകുട്ടിയായിരുന്നെന്നോ, അവരും ഒരു വിവാഹ പന്തലിലേക്ക് ഉടുത്തിറങ്ങി ലജ്ജയോടെ ഇറങ്ങി ചെന്നിട്ടുണ്ടെന്നോ വിപിന് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ചുവപ്പ് കര വേഷ്ടിയും ചുവപ്പ് പതക്കവും കമ്മലുമൊക്കെയായി കല്യാണത്തിനൊരുങ്ങിയതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞതും വിപിൻ ഓർത്തു. വിനോദ് അവിടെ കുറെ അനുഭവിച്ചു.
ഏട്ടൻ വല്ലാത്തൊരാളായിരുന്നു. ഇവൾക്ക് ചെറുപ്പത്തിലെ ഭക്തിയുടെ അസുഖം കുറച്ച് അധികമാണ്. ഉള്ള ഏകാദശി നോമ്പും വ്രതവും ഒന്നും വിടില്ല. ഏട്ടനാണേൽ നിരീശ്വരവാദി. അമ്പലത്തിൽ പോകരുതെന്ന് വിലക്കി. അവൾ പോകുമെന്നോ? ഏട്ടന് സംശയമായി. അങ്ങനെ എപ്പോഴും പ്രശ്നങ്ങൾ. ആ ഇടയ്ക്ക് അച്ഛനെ അസുഖമായിട്ട് മെഡിക്കൽ കോളേജിൽ 2 മാസം കിടന്നു. തോനെ കാശ് ചിലവായി. അമ്മ കഷ്ടപ്പെടുന്നത് കണ്ട് അവൾ അവരോട് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാണ്ട് സ്വന്തം പട്ടങ്ങൾ എടുത്ത് തന്നു. അവർക്ക് സ്ത്രീധനായിട്ട് കൊടുത്തതല്ലേ. അവരത് വാങ്ങി പൂട്ടി വെച്ചില്ല. തൂക്കമൊക്കെ നോക്കിയിട്ട് നിന്റെ പെട്ടിയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞു. തിരിച്ചു കൊടുക്കാതിരുന്നത്രേ. ഏട്ടനോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ അതെടുത്ത് തന്നു. അച്ഛൻ രക്ഷപ്പെട്ടതുമില്ല. പണ്ടങ്ങളൊക്കെ പല വഴിക്ക് പോവുകയും ചെയ്തു. അത് ഏട്ടൻ തിരിച്ചു ചോദിച്ചു. എൻ്റെ അച്ഛൻ തന്നതല്ലേന്ന് വിനോദ തർക്കുത്തരം പറഞ്ഞു. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അച്ഛനല്ലേ ഉപകരിക്കേണ്ടതെന്നായിരുന്നു അവളുടെ പൊട്ട ബുദ്ധി. നല്ലോണം ഉപദ്രവിച്ചിട്ട് ഇങ്ങനൊരു തോന്നിയാസക്കാരിയെ ഭാര്യയായിട്ട് വേണ്ടാന്ന് പറഞ്ഞ് അന്ന് ഏട്ടൻ ഇറങ്ങിപ്പോയതാ. എന്നിട്ടും വിനോദ അവിടെ തന്നെ നിന്നു. ഏട്ടൻ വേറൊരുത്തിയെ കൊണ്ട് വരുന്നത് വരെ. അമ്മയെ ഇത്രയും ദ്രോഹിച്ച ആളെ പ്രമോദ ചെറിയമ്മ ഏട്ടൻ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് വിപിനൻ നമ്പരുന്നു. അയാൾ ഒരിക്കലും അച്ഛൻ എന്ന് വിപിനൻ വിളിക്കില്ല. കല്യാണം പറയേണ്ട മകനല്ലേ, അച്ഛനല്ലേ എന്നൊക്കെ ചിലരെങ്കിലും പറയുന്നത് അവൻ കേട്ടിരുന്നു. വേണ്ട എന്ന് അവന് വേണ്ടിക്കൂടി അമ്മ തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞില്ലെങ്കിലും വിപിനൊരിക്കലും ആ മനുഷ്യനെ കാണാൻ പോവുകയില്ലായിരുന്നു. മുന്നിലും പിന്നിലും നീളൻ വരാന്തയുള്ള ഒരു വീടും ഉപേക്ഷിച്ച് പോരേണ്ടി വന്ന ഒരു മരവണ്ടിയും മാത്രമാണ് വിപിന് അച്ഛനുമായി ബന്ധപ്പെട്ട ഒരേയൊരു ഓർമ്മ. അടുക്കള മുറ്റത്ത് നിലവിളക്ക് തേച്ചുകൊണ്ടിരുന്ന അമ്മ അതവിടെയിട്ട് അകത്തേക്ക് കയറിയതും എന്തെല്ലാമോ കുത്തിനിറച്ച സഞ്ചിയുമായി കാറ്റുപോലെ പാഞ്ഞു വന്ന് അവനെ വേദനിപ്പിക്കും വിധം പിടിച്ചു വലിച്ച് പടിയിറങ്ങി പോകുന്നതും അവൻ അവ്യക്തമായി ഓർക്കുന്നുണ്ട്. പുഴ കടന്ന് നടന്ന് തളർന്ന് ഇരുട്ട് വീണു കഴിഞ്ഞാണ് അവർ ഈ വീട്ടിലെത്തിയത്. ഇട്ടു പോരേണ്ടി വന്ന മരവണ്ടിയോർത്ത് അവൻ യാത്രയിലുടനീളം ഏങ്ങലടിച്ചിരുന്നു. എത്ര നല്ല കളിപ്പട്ടമായിരുന്നു അത് അവനാകെയുള്ളത്. ഒക്കെ ഒരു വിദ്യ. വിനോദയ്ക്ക് കൊടുക്കാനേ അറിയൂ. എല്ലാം അവൾ കൊടുത്തു തീർത്തു. ഭർത്താവിനെ പോലും വേറൊരുത്തിക്ക് കൊടുത്തു. അന്ന് കേസൊക്കെ കൊടുത്താൽ നിനക്ക് ചെലവിനെങ്കിലും തരേണ്ട വഴിയില്ലായിരുന്നു ഏട്ടന്. പക്ഷേ എല്ലാവരും പറഞ്ഞിട്ടും അവൾ അതിന് നിന്നില്ല. നീ അവളെ നന്നായി നോക്കണം. ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വരാമെന്ന് അമ്മേനെ മറക്കരുത്. പ്രമേദ ചെറിയമ്മ ആ ഉപദേശം തരേണ്ടിയിരുന്നില്ലെന്ന് വിപിൻ ഓർത്തു. ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണോ ഇക്കാര്യം ഓർക്കാൻ? വിപിനൻ്റെ ആദ്യത്തെ പരിഗണന അമ്മയ്ക്ക് തന്നെയാണ്. ചെറിയമ്മ ഇറങ്ങിപ്പോയി കഴിഞ്ഞു. വിപിനെ കിടക്കാൻ കഴിഞ്ഞില്ല. അജയേട്ടൻ മുറിയിലേക്ക് കയറി വന്നു. നീ ഉറങ്ങാൻ നോക്കാണോ? വന്നേ, ബാച്ചിലേഴ്സ് പാർട്ടിയിൽ നിന്ന് ഒന്നുണ്ട്. അപ്പുറത്ത് വരൂ. ഒരു സ്കോച്ച് ഉണ്ട്. പിന്നെ കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കാം. ആക്ച്വലി നീയാണ് ഞങ്ങൾക്ക് പാർട്ടി തരേണ്ടത്. പക്ഷേ പോട്ടെ, ഞാൻ നിനക്ക് തരുന്നു. വരൂ. വിപിനെ മുറിക്ക് പുറത്തിറങ്ങണമെന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ വിളിച്ചത് അജയനായതുകൊണ്ട് അവൻ ഇറങ്ങി. അടുക്കള മുറ്റത്ത് കിണറ്റിൻകരയിൽ അജയൻ പകർന്നു തന്ന മദ്യം ഒറ്റ വലിക്ക് കുടിച്ചിട്ട് അവിടെ കെട്ടിയ പന്തലിൽ പച്ചക്കറി നുറുക്കുകയും തേങ്ങ ചിരവുകയൊക്കെ ചെയ്യുന്ന ആളുകളെ നോക്കിയിരുന്നു വിപിന്. 3 ഉള്ളൂ. രാവിലത്തെ ഭക്ഷണം. കല്യാണത്തിന് പോകാത്തവർക്ക് വേണ്ടി ചെറിയൊരു സദ്യ, പരിപ്പ് പ്രഥമൻ. 30 ആൾക്ക് ഇത്രയും ഒരുക്കാൻ 3 ആൾ തന്നെ ധാരാളം. ബാച്ചിലേഴ്സ് പാർട്ടിയിൽ തങ്ങളാകെ 2 പേരെയുള്ളല്ലോ. ഒന്നോർത്ത് വിപിന് ചിരിയും സങ്കടവും ഒരുമിച്ച് വന്നു. അജേട്ടൻ ഇപ്പോൾ നാട്ടിലില്ലായിരുന്നെങ്കിൽ താൻ തികച്ചും ഒറ്റയ്ക്കായേനെ. മുതിർന്ന ബന്ധു സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും. അവർക്കാർക്കും വിപിനോട് മമതയൊന്നും ഉണ്ടാവില്ല. ആ ചെക്കനോ എന്ന അവജ്ഞയോടെയായിരിക്കും അവർ അവനെക്കുറിച്ച് ഓർക്കുന്നതും അവനെ നോക്കുന്നതും. കല്യാണം ജോലിസ്ഥലത്ത് വെച്ച് നടത്താൻ ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വരാൻ വിപിനൻ സമ്മതിച്ചത്. കല്യാണ പിറ്റേന്ന് അടുക്കള കാണൽ ചടങ്ങിന് രത്നരേഖയിലെ വീട്ടുകാർ വന്നു പോയാൽ പിന്നെ എന്നേക്കുമായി അവളെയും കൂട്ടി ഇവിടം വിടണം. കല്യാണ ചെക്കനെന്താ ഒരു ഉഷാറില്ലാത്തത്? തേങ്ങ ചിരവിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ അടുത്തു വന്ന് അജയൻ ഗ്ലാസ്സിലൊഴിച്ച് നീട്ടിയത് വാങ്ങി കുടിച്ചുകൊണ്ട് ചോദിച്ചു. അജയനും അയാളും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. വിപിന് ആരുമായും പെട്ടെന്ന് കൂട്ടുകൂടാൻ സാധിക്കുകയില്ല. അവൻ പരസ്യമായി മദ്യപിക്കാറുമില്ല. കുടിച്ചു കഴിഞ്ഞാൽ വിപിന് ചിരിക്കാൻ തോന്നും. മനസ്സിലുള്ളതൊക്കെ പറത്തി വിടുന്നത് പോലെ ഉറക്കെ ഉറക്കെ മിണ്ടണമെന്ന് തോന്നും. അതൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യനാവാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല. അമ്മ പോലും അറിയാതെയാണ് വിപിനൻ്റെ മദ്യപാനം. ഇന്നും നിയന്ത്രണം വിട്ടു പോവാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് വിപിനൻ കഴിച്ചത്. അതും അജയേട്ടന് ഒന്നും തോന്നരുതെന്ന് വിചാരിച്ച് മാത്രം. അടുക്കളയിൽ നിന്ന് മൊരിഞ്ഞ ഉണ്ണിയപ്പത്തിൻ്റെ മണം അവിടെല്ലാം പരക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ആ കുപ്പി തീർത്തതിന് ശേഷം വിപിനെയും കൂട്ടി അജയൻ പടിപ്പുരയിലേക്ക് നടന്നു. ഇടിഞ്ഞു തുടങ്ങിയ പടിപ്പുരയിലെ മരപ്പടികളിൽ അവരിരുന്നു. പിന്നിൽ പഴയ വീട് വിളക്കുകൾ അണച്ച് ഇരുട്ടിൽ മയങ്ങിക്കിടക്കുന്നു. അടുക്കള ഭാഗത്തു നിന്നുള്ള വെളിച്ചം തെക്കേ മുറ്റത്തേക്ക് മാത്രം നീണ്ടു പടർന്നിട്ടുണ്ട്. തൻ്റെ കല്യാണ തലേന്ന് വിപിനൻ ആത്മനിന്ദയോടെ ഓർത്തു. ചിലർക്ക് എല്ലാം പരിമിതമായേ കിട്ടുന്നുള്ളൂ. എല്ലാ കാലത്തും എല്ലായിടത്തു നിന്നും തുച്ഛമായിട്ട് മാത്രം. അത് സന്തോഷമായാലും ആഘോഷങ്ങളായാലും. അകത്തു ചെന്ന മദ്യത്തിൻ്റെ അയവിലാവും വിപിനൻ അത് അജയനോട് പറയുകയും ചെയ്തു. അജയേട്ടൻ പുറത്തേക്ക് കൈ ചൂണ്ടി. പടിപ്പുരയ്ക്ക് പുറത്ത് വിശാലമായ പാടങ്ങൾ കൊയ്ത്തു കഴിഞ്ഞ് പരന്നു കിടക്കുകയാണ്. നിലാവ് പുരണ്ട് മതാലസമായൊരു തെളിമയോടെ.
നോക്കടാ, നീ പുറകോട്ട് നോക്കണ്ട. വെളിച്ചവും തെളിച്ചവും ഉള്ളിടത്തേക്ക് മാത്രം നോക്ക്. അപ്പോൾ നമ്മുടെ മനസ്സും തെളിയും. എപ്പോഴും നീ എന്തിനാ ഇങ്ങനെ ഇരട്ടത്തേക്ക് മാത്രം നോക്കി സങ്കടപ്പെടുന്നത്? നിന്റെ മാത്രം കുഴപ്പമല്ല, ഈ വീട്ടിലെ എല്ലാവർക്കുമുള്ള സൂക്കേടാണ്. എൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ സങ്കടം എന്താണെന്നറിയോ? ഞാൻ ഒറ്റയ്ക്കാണ്. വിപിനിന് പോലും പെണ്ണ് കിട്ടി. നീ ഇങ്ങനെ നടന്നോ എന്നാ പറയുന്നത്. വയ്യാതാവുമ്പോൾ തുള്ളി വെള്ളം തരാൻ ആരും കാണില്ലത്രേ. അതിന് സമയത്ത് പെണ്ണുകെട്ടി മക്കളും ആവണത്രേ. ഇത്രയും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ എനിക്ക് താല്പര്യമില്ലാന്ന് ഞാനും പറഞ്ഞു. അജയേട്ടൻ ഉറക്കെ ചിരിച്ചു. നമ്മുടെ അമ്മമാരെ വേണം LICയുടെയും മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും ഒക്കെ പരസ്യങ്ങൾ ഉണ്ടാക്കാൻ ഏൽപ്പിക്കാൻ. ഏറ്റവും ക്യാച്ചിങ് ആയ ക്യാപ്ഷൻസ് ഉണ്ടാക്കാൻ അവരെ പോലെ ആരുണ്ട്? ഇത്രയും ദൂരക്കാഴ്ച ആർക്കുണ്ട്? ഒന്ന് കിട്ടുമ്പോൾ മറ്റൊന്ന് തേടും, എപ്പോഴും മരുപ്പച്ചകളുടെ പിന്നാലെ. സന്തോഷിയുമൊത്ത് ഞാൻ റിലേഷനിലായപ്പോൾ അമ്മയ്ക്കതായിരുന്നു ഏറ്റവും വലിയ സങ്കടം. അവൾ പോയപ്പോൾ അയ്യോ അന്യനാട്ടിൽ അജയൻ ഒറ്റയ്ക്ക എന്ന് പറഞ്ഞ് കരച്ചിലായി. ഇവരെയൊന്നും 3-4 ദിവസത്തിലധികം സഹിക്കാൻ പറ്റില്ല. ഒരാഴ്ച ലീവിനാണ് ഞാൻ വന്നത്. നാളെ തിരിച്ചു പോകുന്നു. കല്യാണത്തിന് ഞാൻ നിൽക്കില്ല. രാവിലെ നമുക്ക് ഒന്നിച്ചിറങ്ങാം. നീ കൂടുതൽ കൂടുതൽ ഒട്ടിപ്പിടിക്കുന്ന ബന്ധങ്ങളിലേക്ക്, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കും. അവരിരുവരും പിന്നെ എത്രയോ നേരം പാടത്ത് വീഴുന്ന നിലാവിലേക്ക് നോക്കി നിശബ്ദമായി ഇരുന്നു. നിലാവ് മങ്ങിത്തുടങ്ങിയപ്പോൾ വിപിനൻ മുറിയിൽ ചെന്നു കിടന്നെങ്കിലും ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത് ചൂടുകൊണ്ട് മാത്രമായിരുന്നു. മറ്റൊന്നും അന്നേരം മനസ്സിലുണ്ടായിരുന്നില്ല. രാവിലെ ഉറക്കക്ഷീണവും തലവേദനയുമായി കിടക്കയിൽ തന്നെ കിടന്നപ്പോൾ മുതിർന്ന സ്ത്രീകൾ വന്ന് മുഹൂർത്തം, ദക്ഷിണ, നേരം വൈകൽ എന്നൊക്കെ അനാവശ്യമായി ബഹളം വെച്ചു. ഇഷ്ടം പോലെ സമയമുണ്ട്, എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അവർക്ക് തൃപ്തിയാവൂ. കുളിച്ച് വിപിനൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയി തൊഴുതു വന്നു. ഉപ്പുമാവും പഴവും കഴിച്ച് കല്യാണ വേഷത്തിൽ ഒരുങ്ങുമ്പോഴാണ് അജയൻ വന്നത്. അയാൾ മടുപ്പോടെ കട്ടിലിരുന്ന് വരൻ കുളിക്കുന്നതും കുറി തൊടുന്നതും തൊട്ട് എല്ലാം പകർത്തേണ്ടതല്ലേ. എവിടെ ഫോട്ടോഗ്രാഫർ എന്ന് അന്വേഷിച്ചപ്പോൾ വിപിനൻ ചിരിച്ചു. കല്യാണ ചടങ്ങുകൾ പകർത്താൻ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഫോട്ടോഗ്രാഫർ പെൺവീട്ടിലെത്തിക്കൊള്ളും. ആത്മവിശ്വാസമില്ലാത്ത ഒരുക്കങ്ങളും ആത്മാർത്ഥതയില്ലാത്ത ദക്ഷിണ കൊടുക്കലുമൊക്കെ എന്തിനാണ് ഫോട്ടോയാക്കി സൂക്ഷിക്കുന്നത്? നീ വിലപിടിച്ച എത്ര ചരിത്ര രേഖകളാണ് നഷ്ടപ്പെടുത്തുന്നത്? ഭാവിയിൽ നിന്റെ മക്കൾക്ക് നോക്കി ചിരിക്കാനുള്ളതല്ലേ? മസിൽ പിടിച്ച മുഖവുമായി ഷർട്ടിടുന്നതും മുഖത്ത് പൗഡർ കൊണ്ട് പൊട്ടിയിടുന്നതും നിന്റെ പിശുക്കാണോ കാരണം വിപിന? നീ അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ലെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. പ്രമോദ ചെറിയമ്മ പറയുന്ന കേട്ടത് നീ അവർക്ക് വാങ്ങിക്കൊടുത്ത സാരി പോരാന്നാണ്. നല്ല പട്ടല്ലത്രേ. അമ്മായിയും അത് തന്നെ പറഞ്ഞു. ഇതൊക്കെ നിന്റെ അമ്മ കേൾക്കാതെ പറഞ്ഞൊപ്പിക്കാൻ അവർ പെടുന്ന പാട്. എന്നാലോ ചെവികൾ മാറി മറിഞ്ഞ് വിനോദി ചെറിയമ്മ അത് കേൾക്കുകയും വേണം. അങ്ങനെ നീയും അറിയണം. അതാണ് പറയുന്നവരുടെ ലക്ഷ്യം. പക്ഷേ നേരിട്ട് പറയുകയുമില്ല. എന്തൊക്കെ ഹിപ്പോക്രസികളാ. എനിക്കിതാ ബന്ധങ്ങളെപ്പറ്റി ഒരു മതിപ്പും തോന്നാത്തത്. അജയൻ്റെ ചിരിക്കിടയിൽ വിപിനൻ ലജ്ജിതനാവുകയും ദുർബലനായും അങ്ങനെ അല്ല എന്ന് പറയാൻ പാടുപെട്ടു. പിന്നെയോർത്തു, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒന്നും പുറത്ത് തിരുത്താനാവില്ല. ഫോട്ടോഗ്രാഫറുടെ മുന്നിൽ വെച്ച് അടിവസ്ത്രങ്ങൾ മുതലുള്ളവ ധരിക്കാനും അയാൾ പറയുന്നതിനനുസരിച്ച് പോസ് ചെയ്യാനുമൊന്നും മനസ്സിലാഞ്ഞിട്ടാണ് എന്ന് ആരും അറിയണ്ട. കണ്ണാടിയിൽ നോക്കി അവസാനത്തെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുമ്പോൾ വിപിന് ആത്മവിശ്വാസം ചോർന്നു പോകുന്നത് പോലെ തോന്നി. ഒട്ടും ആകർഷകമല്ലാത്ത മുഖവും ശരീരവും, യാതൊരു സവിശേഷതയുമില്ലാത്ത ഒന്ന്. എങ്ങനെയായിരിക്കും ആ പെൺകുട്ടിക്ക് തന്നെ ഇഷ്ടപ്പെട്ടതെന്ന ബലമായൊരു സംശയവും വിപിന് ഇപ്പോഴുണ്ട്. ഇത്ര കാലവും അവളെ ഇഷ്ടപ്പെടുക എന്നല്ലാതെ അവൾക്ക് ഇഷ്ടപ്പെടുക എന്നതിനെപ്പറ്റി ആലോചിച്ചിട്ടേയില്ല. അവൻ്റെ സന്ദേഹങ്ങൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ടാവണം അജയൻ പിന്നിൽ വന്നെന്ന് കണ്ണാടിയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. നിങ്ങളല്ലാതെ മറ്റാരാകാനാണ്? അതിനാൽ നിങ്ങൾ സ്നേഹിക്കുന്ന മറ്റേയാളും നിങ്ങൾ തന്നെ. വിപിനൻ അതിശയത്തോടെ തിരിഞ്ഞപ്പോൾ അയാൾ ഉറക്കെ ചിരിച്ചു. ഞാൻ പറഞ്ഞതല്ല, ഇക്യു എന്ന ജപ്പാൻകാരൻ കവി പറഞ്ഞതാണ്. മൂപ്പര് വലിയ ധ്യാനഗുരുവും കൂടിയായിരുന്നു. എനിക്കും നിനക്കും എല്ലാ മനുഷ്യർക്കും ഏറ്റവും സ്നേഹം അവനവനെ തന്നെയാണ്. രണ്ടാമതും മൂന്നാമതും ഏറ്റവും അവസാനവും സ്നേഹം അവനവനെ തന്നെയാണ്. അതല്ലേ എത്ര കണ്ണാടി നോക്കിയിട്ടും മതി വരാത്തത്? വിപിന് മറുപടി ഉണ്ടായിരുന്നില്ല. പകരം കണ്ണാടിയിലേക്ക് തന്നെ തിരിഞ്ഞു. നെറ്റിക്ക് വീതി കൂടുതലാണെന്ന് അവന് തോന്നി. ഇത്രകാലവും അത് ശ്രദ്ധിച്ചിട്ടില്ല. കഷണ്ടിയുടെ തുടക്കമാവാം. അവൻ ചീപ്പ് കൊണ്ട് കുറച്ച് മുടി നെറ്റിയിലേക്ക് വീഴ്ത്തിയിട്ടു. ഇന്നത്തെ പ്രദർശന വസ്തു അവനാണ്. രത്നമേഖലയുടെ കുടുംബക്കാരും നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം വിപിനെ മണിക്കൂറുകളോളം ചുഴിഞ്ഞു നോക്കും. നിർദ്ദയമായ കമൻറ്റുകൾ പറഞ്ഞ് പരിഹസിക്കും. എല്ലാവർക്കും കാണാൻ പാകത്തിൽ ഉയരത്തിലുണ്ടാക്കിയ മണ്ഡപത്തിലാണ് ഇന്ന് നിൽക്കേണ്ടതും. ഓർത്തപ്പോഴേ വിപിനെ മുട്ടുകാലിടിച്ചു. ഒരുപക്ഷെ ഇന്ന് വിപിനെ ശ്രദ്ധിക്കാനിടയില്ലാത്ത ഒരേയൊരാൾ അവൻ താലി കെട്ടുന്ന പെണ്ണ് മാത്രമായിരിക്കും. അവളുടെ ടെൻഷൻ കൊണ്ടും ലജ്ജ കൊണ്ടുമാണത്. എങ്കിലും രാത്രി ഈ ഇടുങ്ങിയ മുറിയിലെത്തുമ്പോൾ അവൾ വിപിനെ നോക്കാതിരിക്കില്ലല്ലോ. അതോർക്കുമ്പോഴും പേടിയുണ്ട്. ഒരു പെണ്ണിനൊപ്പം ഒറ്റയ്ക്കൊരു മുറിയിൽ. അന്നേരമാണ് അവൻ അവളോടുള്ള സ്നേഹത്തെപ്പറ്റി അജയൻ്റെ തിയറി. നിനക്ക് ഭയങ്കര ടെൻഷനാണല്ലേ? നിന്നെ കാണാൻ കൊള്ളില്ല എന്നുള്ള തോന്നൽ? അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്തവർ എപ്പോഴും കണ്ണാടി നോക്കണം. നോക്കി നോക്കി നമ്മുടെ രൂപത്തോട് നമുക്ക് തന്നെ അനുരാഗമുണ്ടാവും. ടീനേജിലൊക്കെ നമ്മൾ കണ്ണാടിയിൽ തന്നെ മതിവരാതെ നോക്കി നിൽക്കാറില്ലേ?
സെൽഫ് കോൺഫിഡൻസിലുള്ള വഴിയാണ്. നമ്മുടെ ഈ തറവാട്ടിൽ പണ്ടൊരു കാരണവർ ചെറുപ്പത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടത്രേ സന്യാസിയാവാൻ. വൈകുണ്ഠസ്വാമി എന്ന് കേട്ടിട്ടുണ്ടോ? താണജാതിക്കാരുടെ മുന്നേറ്റത്തിന് വേണ്ടി ശ്രമിച്ച ആദ്യത്തെ സാമൂഹിക പ്രവർത്തകനാണ്. നമ്മുടെ കാരണവർക്ക് മൂപ്പൻ്റെ പ്രവർത്തനങ്ങളോട് ആരാധനയായി. ജാതിയും മതവും ഒന്നും കണക്കിലെടുക്കാണ്ട് ശിഷ്യനായി കൂടി. വൈകുണ്ഠസ്വാമികൾ ഒരു മതം ഉണ്ടാക്കിയിരുന്നു, അയ്യാ മതം. മൂപ്പര് അതിലേക്ക് മാറി. രസം തെച്ചാൽ ഈ മതത്തിലെ ദൈവം അതിലെ വിശ്വാസികൾ തന്നെ. അമ്പലവും പ്രതിഷ്ഠയും ഒന്നുമില്ല. കണ്ണാടിയിൽ സ്വയം നോക്കി നിന്ന് അവനവനോട് തന്നെ പ്രാർത്ഥിക്കുക, ഒരു തരം ആത്മാരാധന. അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസിൻ്റെ എക്സ്ട്രീം ലെവൽ എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് ദൈവം. നമ്മളെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. സ്വന്തം പൊട്ടൻഷ്യൽ തിരിച്ചറിയേ വേണ്ടൂ. ഈ വൈകുണ്ഠസ്വാമികൾ ആളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നും. എന്തൊരു സൈക്കോളജിക്കൽ അപ്രോച്ചായിരുന്നു നോക്ക്. വെറുതെയല്ല നമ്മുടെ കാരണവർ വീണുപോയത്. പറ്റുംച്ചാൽ നമ്മുടെ തറവാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയ ജീനിയസുകളെ പറ്റി ഒരു പുസ്തകം എഴുതിയാലോ എന്നുണ്ട് എനിക്ക്. ഈ കാരണവരെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഭഗവതി പിന്നെയുമുണ്ട്. ആരൊക്കെയോ വലിയൊരു തമാശ എന്നെ കൂട്ടത്തില എൻ്റെ അമ്മ പ്ലേസ് ചെയ്തേക്കണേ. വിപിനൻ ഉദാസീനമായി ചിരിച്ചു. അജയേട്ടൻ അതൊക്കെ കണ്ടുപിടിച്ച് എഴുതട്ടെ. നമ്മുടെ തറവാട് എന്ന് അജയേട്ടൻ പറയുന്നെങ്കിലും വിപിനൊരിക്കലും അത് സ്വന്തമാണെന്ന് തോന്നിയിട്ടില്ല. അവൻ അതിന് പുറത്തായിരുന്നു. കല്യാണം ഒഴിഞ്ഞു തിരിച്ചു വന്നുകൊണ്ട് അവനും അമ്മയും അഭയാർത്ഥികളായിരുന്നു എന്നും ഇവിടെ. അതിഥികൾ വരുമ്പോഴൊക്കെ അവർക്ക് ചായപ്പുകെട്ടിലേക്ക് കിടപ്പ് മാറ്റേണ്ടി വരാറുണ്ടായിരുന്നു. വലിയ വീടും ധാരാളം ഭൂസ്വത്തും ജോലിയുള്ള അച്ഛനൊക്കെയുള്ള അജയേട്ടന് അമ്മ വീട് കൊടുത്ത സ്നേഹവും പരിഗണനയും ഒന്നും വിപിന് ഒരിക്കലും കിട്ടിയിട്ടില്ല. അവന് ഇതൊരു വലിയ വീട് മാത്രമാണ്. ഒരിക്കലും എൻ്റെ തറവാടെന്ന് അവൻ ഇതിനെപ്പറ്റി വിചാരിച്ചിട്ടേയില്ല. സമയം വൈകിയെന്ന് പ്രമോദിനെ തിരക്കുകൂട്ടി വിളിച്ചപ്പോൾ വിപിനും അജയനും പുറത്തിറങ്ങി. ഏതൊക്കെയോ മുതിർന്നവർക്ക് ദക്ഷിണ കൊടുക്കലും നമസ്കരിക്കലുമൊക്കെ ചടങ്ങൊപ്പിച്ച് നടന്നു. അവസാനമാണ് അമ്മ വന്നത്. അതും ആരോ ഓർമ്മിപ്പിച്ചപ്പോൾ. സ്ത്രീകൾക്ക് ദക്ഷിണ കൊടുത്ത് ആശീർവാദം വാങ്ങുന്ന പതിവ് അവരുടെ തറവാട്ടിലില്ലായിരുന്നു. അമ്മ അടുക്കളയിൽ നിന്ന് നേരെ വരുന്നതാണ്. കുളിച്ചിട്ടില്ല, മുഖം വീർത്ത് തുടുത്തിരിക്കുന്നു. വിപിന് കണ്ണുകൾ കൊണ്ട് അമ്മയോട് യാത്ര ചോദിച്ചു. അവരുടെ കണ്ണുകൾ ശൂന്യമാണെന്ന് വിപിന് തോന്നി. ആശീർവാദത്തിൻ്റെയോ അനുഗ്രഹത്തിൻ്റെയോ ലാഞ്ചന പോലും അതിലില്ല. അവന് അമ്മയുടെ കാലിൽ നമസ്കരിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായെങ്കിലോ. പക്ഷേ നിയമങ്ങൾ തെറ്റിച്ച് അവിടെ ഒരു നാടകം സൃഷ്ടിക്കാൻ വിപിന് ധൈര്യം വന്നില്ല. പിന്നെ അതും പറഞ്ഞാവും എല്ലാവരും കളിയാക്കി ചിരിക്കുക. മുറ്റത്ത് ട്രാവലറിൽ ചെറിയൊരു കല്യാണ സംഘവും ടാക്സിയിൽ ചെറിയമ്മമാരും വല്യമ്മമാരും ഒക്കെ അടങ്ങുന്ന പെൺകൂട്ടവും വിപിൻ ഇറങ്ങുന്നതും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മുറ്റത്തു നിന്ന് അജയൻ വിപിന് മംഗളാശംസ അർപ്പിച്ചു. പ്രഥമൻ പാകമാകാൻ കാക്കുകയാണെങ്കിലും അയാളുടെ കുറച്ച് കഴിച്ചിട്ട് സ്ഥലം വിടുമെന്നും അയാൾ പറഞ്ഞു. ഉച്ചതിരിഞ്ഞാണ് ഫ്ലൈറ്റ്. കല്യാണ പാർട്ടി തിരിച്ചെത്താൻ കാക്കുന്നില്ല. കോലായിൽ നിഴൽ പോലെ അമ്മയെ കണ്ടു. സ്വന്തം വിവാഹ ദിനത്തെക്കുറിച്ച് വിപിന് അത്രയും ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പിന്നുള്ളതെല്ലാം യാന്ത്രികമായി നടന്നുവെന്നും താൻ എല്ലാത്തിനും നിന്നുകൊടുത്തുവെന്നും മാത്രമേ അയാൾക്കറിയൂ. ആരൊക്കെയോ കൽപ്പനകൾ പുറപ്പെടുവിച്ചു. വിപിനും ആ പെൺകുട്ടിയും അനുസരിച്ചു. ആരൊക്കെയോ തൊഴുതു, ആരുടെയൊക്കെയോ ചിരിച്ചു. പറഞ്ഞ പോലെയൊക്കെ ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്തു. എന്തോ നുള്ളിപ്പെറുക്കി തിന്നു. തിളയ്ക്കുന്ന ഉച്ചനേരത്ത് വെയിലത്ത് പൊള്ളിക്കിടന്ന കാറിൽ കയറി തിരിച്ചു പോന്നു. അടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ ബനാറസ് സിൽക്കിലെ കസവ് ബോർഡറിൻ്റെ പരിപ്പരിപ്പും വാടിത്തിറങ്ങിയ മുല്ലപ്പൂക്കൊപ്പും അവളിൽ നിന്നുയർന്ന പലതരം ഗന്ധങ്ങളുമെല്ലാം ചേർന്ന് വിപിന് തല പൊട്ടിത്തെറിക്കാൻ പോകുന്നത്ര ഉഗ്രമായ തലവേദനയുണ്ടായി. ഗ്ലാസ് താഴ്ത്തി വെച്ച് പുറത്തെ വെയിൽ ജ്വലിക്കുന്ന കാറ്റിന് അവൻ മുഖം കൊടുത്തു. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഛർദ്ദിച്ചു പോയേക്കും. പുതിയൊരു പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ പതിവായി പറയാറുള്ള ഗോസിപ്പുകൾക്കൊന്നും സാധ്യതയില്ലെന്ന് തോന്നിയിട്ടാവാം കാറിനുള്ളിൽ എല്ലാവരും മൗനത്തിലും മയക്കത്തിലുമായിരുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് തൻ്റെ ഭാര്യയായ രത്നമേഖല കണ്ണും വീഴ്ച ആശങ്കയോടെ മുന്നോട്ട് നോക്കിയിരിക്കുകയായിരുന്നുവെന്ന് വിപിന് അവളെ നോക്കാതെ തന്നെ ഊഹിക്കാം. അപരിചിതമായ വഴികളിലൂടെ 25 ദിവസം മുൻപ് ആദ്യമായി കണ്ട പുരുഷനും അയാളുടെ ബന്ധുക്കൾക്കുമൊപ്പം അവളുടെ ജീവിതം അതിവേഗം മുന്നോട്ട് പോകുകയാണ്. പ്രിയപ്പെട്ടതും കുറച്ചു സമയം മുൻപ് വരെ സ്വന്തവുമായിരുന്ന ഇടങ്ങളെല്ലാം വിട്ട്. ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്നവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ച് പറയണമെന്ന് വിപിന് തോന്നി. പക്ഷേ തല തിരിച്ചാൽ താൻ ഛർദ്ദിക്കുമെന്ന് അവൻ ഭയപ്പെട്ടു. അതുമല്ല, എങ്ങനെയാണത് പറയുക? വിപിന് അത്തരം വൈകാരികമായ പ്രതികരണങ്ങൾ ശീലമേയില്ല. രത്നമേഖലയോട് ഇനിയുള്ള ജീവിതത്തിൽ താൻ കൂടെയുണ്ടെന്ന് വിപിനൻ പറയാൻ പോകുന്നത് എത്രയെത്ര ക്രൂരവും വിചിത്രവുമായ വഴികളിലൂടെയാണെന്ന് ആ സമയത്ത് അവർ രണ്ടുപേർക്കും ഊഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കല്യാണ വണ്ടിയിൽ നിന്ന് അപ്പോൾ തന്നെ ഇരുവരും എടുത്തുചാടി എന്നേക്കുമായി അത് അവസാനിപ്പിക്കുമായിരുന്നു. കസവ് നൂലുകളോടിയ ചുവപ്പുകര വേഷ്ടി ചുറ്റിയ അമ്മ രത്നമേഖലയുടെ കയ്യിൽ കത്തിച്ച നിലവിളക്ക് നൽകി. അവളെ കൈപ്പിടിച്ച് അകത്ത് കയറ്റി. വിപിന് തൻ്റെ മുറിക്കുള്ളിലേക്ക് കയറി സിൽക്കിൻ്റെ വേഷങ്ങൾ അഴിച്ചുമാറ്റി. 2 സാരികളോളം വിഴുങ്ങി വാതിലടച്ച് കിടക്കയിൽ വീണു. രാത്രിയാണ് പിന്നെ ഉണർന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും തന്നെ ആരും വിളിച്ചില്ലല്ലോ, അന്വേഷിച്ചില്ലല്ലോ എന്ന ഞെട്ടലോടെ ഉണരുമ്പോൾ നവവധു അവളുടെ ആദ്യ രാത്രിയിലേക്ക് കയറി വന്നു കഴിഞ്ഞിരുന്നു. വിപിന് കൈക്കാലുകൾ വിയർത്തു. അയാൾക്ക് കുറച്ചുകൂടി സമയം വേണ്ടിയിരുന്നു.
തലക്കുളിർക്ക് വെള്ളം കോരി ഒഴിച്ച് ഒന്ന് കുളിക്കണം. ഉച്ചയ്ക്കും നേരെ വണ്ണം ഭക്ഷണം കഴിച്ചതല്ല. എന്തെങ്കിലും കഴിക്കണം. അമ്മയോട് ഇന്നത്തെ ദിവസം ഒന്നും സംസാരിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവരോട് 2 വർത്തമാനം പറയണം. കുറച്ചു നേരം കിണറ്റിൻകരയിലോ പടിപ്പുരയിലോ ഒറ്റയ്ക്കിരുന്ന് മനസ്സ് സ്വസ്ഥമാക്കണം. എന്നിട്ട് മാത്രമേ ഈ മുറിയിലേക്ക് കയറാനും അവളോട് ആദ്യമായി മിണ്ടിത്തുടങ്ങാനും പറ്റൂ. പക്ഷേ അവൾ കയറി വന്നു വാതിലടച്ച് കുറ്റിയിടുകയും ചെയ്തു. ഇനി പുറത്തു പോകുന്നത് ശരിയല്ലെന്ന് വിപിനൻ ഓർത്തു. അവൾ കട്ടിലിനരികിലിരുന്നു. അവളെ രത്നയെന്ന് വിളിക്കാൻ പോലുമുള്ള അടുപ്പമുണ്ടാക്കും മുമ്പ്, അവളോട് എന്തെങ്കിലും പറയും മുമ്പ് തനിക്ക് അതൊന്നും ചെയ്യാനുള്ള ധൈര്യമുണ്ടാകില്ലെന്ന് ഭയന്ന് വിപിനൻ ഒരു പുരുഷന് ഏറ്റവും എളുപ്പമുള്ള കാര്യത്തിലേക്ക് കടന്നു. അയാൾ ലൈറ്റണച്ച് അവളെ മുറുകെ പുണർന്നു. ശ്വാസം മുട്ടിക്കും വിധം ഉമ്മ വെച്ചു. ഉടുപ്പുകൾ വെപ്രാളപ്പെട്ട് വലിച്ചഴിച്ചു. അവൾ കുതിറിയപ്പോൾ കൂടുതൽ അമർത്തിപ്പിടിച്ചു. അവളെ നോവിച്ചും സ്വയം നൊന്തും അയാളത് വല്ലവിധേനയും പൂർത്തിയാക്കി. അപ്പുറത്ത് ചെരിഞ്ഞു കിടക്കുന്ന രത്നമേഖലയുടെ ശരീരത്തിലെ അനക്കങ്ങളും ഓളങ്ങളും അടങ്ങുന്നതിന് വിപിനൻ ശ്വാസമടക്കി കാത്തുകിടന്നു. അവൾ കരയുകയായിരിക്കുമോ എന്ന് ഭയന്നു. ഏറെ നേരത്തിന് ശേഷം അവളുടെ ശ്വാസോച്ഛ്വാസം സ്വച്ഛമായപ്പോൾ അയാൾ മലർന്നു കിടന്നു. ഉറക്കം വന്നതേയില്ല. ഇതായിരുന്നില്ല തലേന്ന് അജേട്ടൻ പറഞ്ഞത് വിപിനോർത്തു. രാത്രി മുഴുവൻ നീളുന്ന വേഴ്ച ഏറ്റവും ഉന്മത്തമായ നിമിഷത്തിൽ മാത്രം ആരംഭിക്കേണ്ടത് താനത് നശിപ്പിച്ചു. തൻ്റെയും മിക്കവാറും അവളുടെയും ആദ്യ അനുഭവം. വിപിനൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പോയ തലവേദന തിരിച്ചു വന്നു നെറ്റിയെ ഞെരുക്കി. അവളെ ചേർത്ത് പിടിക്കണമെന്നും സോറി പറയണമെന്നും അത്യധികമായ ആഗ്രഹം തോന്നിയെങ്കിലും അതൊന്നും ചെയ്യാതെ എത്രയോ സമയം വിപിൻ അങ്ങനെ കിടന്നു. പുലർച്ചെ എപ്പോഴോ ആവണം ഉറങ്ങിയത്. ഉണരാൻ വൈകുകയും ചെയ്തു. കല്യാണ പിറ്റേന്ന് മുതൽ അത്യന്തം വിചിത്രമായ വഴികളിലൂടെയാണ് തൻ്റെ ജീവിതം ഒഴുകുകയെന്ന് വിപിന് ഊഹിക്കാൻ വഴിയില്ലായിരുന്നു. എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നെങ്കിൽ ആ രാത്രി അയാൾ അമ്മയ്ക്കരികിലേക്ക് പോകുമായിരുന്നു. ഉറങ്ങുന്ന അമ്മയ്ക്കരികിൽ മിണ്ടാതെ ഇരിക്കുകയോ വിളിച്ചുണർത്തുകയോ ചെയ്യുമായിരുന്നു. മനസ്സിൻ്റെ വേദനയും നിരാശകളുമൊക്കെ നിറഞ്ഞ ജീവിതം തനിക്കിനി ഏതാനും മണിക്കൂറുകൾ കൂടിയേ അവശേഷിക്കുന്നുള്ളൂ എന്നറിയാതെ വിനോദിനി അടുക്കളയോട് ചേർന്ന മുറിയിൽ വേഷ്ടിത്തുമ്പ് വായിൽ തിരികെ ഒച്ചയുണ്ടാക്കാതെ ആ രാത്രി മുഴുവൻ കരയുകയായിരുന്നു. കല്യാണം കഴിഞ്ഞതോടെ വിപിനെ കാണിച്ചു തുടങ്ങിയ അവഗണനയെപ്പറ്റി പലരും അവളോട് അതിനകം സൂചിപ്പിച്ചു കഴിഞ്ഞു. അവൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന സദ്വിചാരത്തോടെ ആ സ്ത്രീകളൊക്കെ തെളിവുകൾ നിരത്തി അവൾക്കത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിനൊക്കെ എത്രയോ മുൻപ് തന്നെ വിനോദിനി അക്കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വിപിനെ പ്രസവിച്ച രാത്രി അടക്കം അവർ ആ കിടപ്പിൽ കിടന്ന് കണ്ണീരോടെ ശപിച്ചു. വിനോദിനിയുടെ തലച്ചോറിൻ്റെ മടക്കുകളിൽ ആരോടും പറയാതെ അവർ സൂക്ഷിച്ചിരുന്ന എത്രയെത്ര ഓർമ്മകളും സ്വകാര്യമായ അനുഭവങ്ങളും വിപിൻ്റെ കല്യാണപ്പിറ്റേന്ന് ഒറ്റയടിക്ക് ഇല്ലാതായിപ്പോയി. എന്തിനായിരിക്കാം അവർ അതൊക്കെ ആരുമായി പങ്കുവയ്ക്കാതെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നെന്ന് പോലും ഇനി ആരും അറിയില്ല. ഒരുപക്ഷെ അതൊന്നും പറയാൻ അവർക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്നതാവും സത്യം. സഹോദരിമാരിൽ ആരുടെയെങ്കിലും അടുത്ത് ചെന്നിരുന്ന് ഓർമ്മയില്ലേ വിശാലേച്ചി പണ്ട് നമ്മൾ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് അവർ നിനക്ക് പണിയൊന്നുമില്ലേ വിനോദേ, എല്ലാം തീർന്നു വെച്ചാൽ ഇത്തിരി അരി കുതിർത്ത് മോദകം കഴിക്കാൻ കൊതിയാവുന്നു എന്നോ മറ്റു പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ചു വിടുമായിരുന്നു. ചേച്ചിമാരിലൊരാളുടെ ഭർത്താവും അനിയത്തിയുടെ ഭർത്താവുമാണ് അവളോട് അല്പമെങ്കിലും മമത കാണിച്ചിരുന്നത്. അതത്ര നിഷ്കളങ്കമായിരുന്നുമില്ല. അവരിലൊരാൾ സ്വകാര്യമായി എത്ര വർഷമായി വിനോദേ നീ ഒറ്റയ്ക്ക് എങ്ങനെയാണ് നിന്റെ കാര്യങ്ങളൊക്കെ എന്നവളെ ചുഴിഞ്ഞു നോക്കി ചോദിക്കുക പോലും ചെയ്തു. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഏട്ടത്തി ഞാനുണ്ട് കേട്ടോ എന്നാണ് പ്രമോദയുടെ ഭർത്താവ് വഷളം ചിരിയോടെ അടിച്ചു വാരാൻ ചെന്ന വിനോദിനിയോട് വാഗ്ദാനം ചെയ്തത്. അവൾ അവരോട് പറഞ്ഞ മറുപടിയോ അത്തരം ചോദ്യങ്ങൾ അവളുണ്ടാക്കിയ ആഘാതമോ ഒന്നും ആരും ഇനി അറിയാൻ പോകുന്നില്ല. എന്നെങ്കിലും അവളുടെ നശിക്കാത്ത ഓർമ്മകൾ അവശേഷിക്കുന്ന മസ്തിഷ്ക ഭാഗം ഉദ്ദീപിക്കപ്പെടുകയാണെങ്കിൽ അവൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് വിശദാംശങ്ങളും അലങ്കാരങ്ങളുമില്ലാതെ നേർരേഖയിൽ ഒരു വിവരണം നൽകുമായിരിക്കാം. 52 വയസ്സുവരെയുള്ള ജീവിതകാലത്ത് അവൾ അറിഞ്ഞതും അബോധത്തിൽ ശേഖരിക്കപ്പെട്ടു വച്ചതും തലച്ചോറിൽ എമ്പാടുമായി വിന്യസിക്കപ്പെട്ടതുമായ അനുഭവങ്ങളൊന്നും പൂർണ്ണമായി ആ വിവരണത്തിലുണ്ടാവണമെന്നില്ല. പക്ഷേ തൻ്റെ നിലനിൽപ്പിനെ താനെന്ന സ്വത്വത്തെ രൂപപ്പെടുത്തിയ തീക്ഷ്ണമായ വൈകാരിക മാനങ്ങളുള്ള ഓർമ്മകളെ അവൾക്ക് നിർവികാരതയോടെ പുനരാവിഷ്കരിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ അതിന് ആരെങ്കിലും ഒരാൾ അടുത്തിരുന്ന് ഓർത്തെടുക്കൂ എന്നവൾക്ക് നിരന്തര പ്രേരണ കൊടുക്കേണ്ടിയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ അവൾ അബോധത്തിൽ നിന്ന് ചികഞ്ഞെടുക്കുന്നത് എന്തൊക്കെയായാലും ഉറപ്പായും ആ കഥയിൽ ചെറുപ്പം മുതൽ അവൾക്കൊപ്പമുള്ള പക്ഷേ ഒരിക്കലും കാണുകയോ നേരിട്ടറിയുകയോ ചെയ്യാത്ത കാരയ്ക്കലമ്മ എന്ന സ്ത്രീയുണ്ടാവും. കാരയ്ക്കലമ്മ എന്ന പേര് വിനോദിനി ആദ്യം കേൾക്കുന്നത് 10 വയസ്സിലാണ്. കൂട്ടുകുടുംബത്തിലെ താരതമ്യേന ദരിദ്രയായ താവഴിക്കാരായതുകൊണ്ട് പലതരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു അവൾക്കും സഹോദരങ്ങൾക്കും. അച്ഛൻ കാര്യമായൊന്നും സമ്പാദിച്ചു കൊണ്ട് തന്നിരുന്നില്ല. അടുക്കളയിൽ ഒന്നിച്ച് പാകപ്പെടുന്ന വിഭവങ്ങൾ പോലും അവരുടെ പാത്രങ്ങളിലെത്തുമ്പോൾ ദാരിദ്ര്യം പ്രദർശിപ്പിക്കും. മീനിൻ്റെ തല, ഇറച്ചിക്കറിയിലെ എല്ലും കഷ്ണങ്ങളും, ഉള്ളി മസാലയും, രാവിലെ പലഹാരത്തിന് പകരം കഞ്ഞി, ഇതൊക്കെയായിരുന്നു മിക്കവാറും. ചിലപ്പോഴെങ്കിലും അവർ വാശിയും കരച്ചിലുമൊക്കെ കാണിച്ചിട്ടുണ്ട്. വലിയ ഒന്നുമില്ലെന്ന് മാത്രം. ഇതുകൂടെ തരാതിരിക്കും, തന്ത സമ്പാദിച്ചുകൊണ്ട് വന്നല്ലാട്ടോ എന്നൊക്കെ അമ്മ ചെവിക്കരികിൽ വന്നു പല്ലിറുമും.
ഇതിനൊക്കെ താൽക്കാലിക വിരാമം ഉണ്ടാകുന്നത് ഭഗവതി വല്യപ്പിച്ച് വീട്ടിൽ വരുമ്പോഴാണ്. എത്രയോ ഏതോ പ്രായമായ സ്ത്രീ, അത്രയേ അന്നൊക്കെ വിനോദിനിക്കും മറ്റു കുട്ടികൾക്കും അറിയൂ. പിരിഞ്ഞും വളഞ്ഞുമുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും അവർക്ക് പറയാനറിയില്ല. വല്യപ്പിച്ച് എന്നാണ് മുതിർന്നവരും കുട്ടികളും എല്ലാവരും വിളിക്കുന്നത്. എന്നെ ഭഗവതി എന്ന് വിളിക്കൂ എന്ന് അവർ കുട്ടികളോടൊപ്പം പറയും. അത്രയും പുണ്യം കിട്ടട്ടെ, ഭഗവതിയെന്നേ വിളിക്കൂ. വെറുതെയല്ല എൻ്റെ മുത്തച്ഛൻ എനിക്ക് ഈ പേര് വിളിച്ചത്. വിളിക്കുന്നവർക്കൊക്കെ സാക്ഷാൽ ഭഗവതിയുടെ കടാക്ഷം കിട്ടട്ടെ. അവരങ്ങനെ പറഞ്ഞാലും ആരും അങ്ങനെ വിളിക്കുന്നത് വിനോദിനി കേട്ടിട്ടില്ല. നരച്ച തലമുടി നെറുകയിൽ കൊണ്ട കെട്ടി എപ്പോഴും വെള്ളയെടുക്കുന്ന വല്യപ്പച്ചി കുട്ടികൾക്കൊപ്പമാണ് ഭക്ഷണത്തിരിക്കുക. ആ ദിവസങ്ങളിൽ അവർക്കും വിശിഷ്ട വിഭവങ്ങൾ കിട്ടും. ഒരു തരത്തിലുള്ള ഭേദവും ഉണ്ടാവില്ല. ഉണ്ടാവാൻ വല്യപ്പച്ചി സമ്മതിക്കുകയുമില്ല. കുഞ്ഞുങ്ങളുടെ തളികയിലാണ് ഈശ്വരന്മാരുണ്ണുക. അത് നിറഞ്ഞും സമൃദ്ധമായി ഇരിക്കണം. വലിയവർക്കില്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വിളമ്പാതിരിക്കരുത്. വല്യപ്പച്ചി അടുക്കളയിലുള്ളവരെ ഉപദേശിക്കും. ഈ വല്യപ്പച്ചി എങ്ങും പോവരുതേ എന്ന് കുട്ടികൾ മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കും. പക്ഷേ 1-2 ആഴ്ച കഴിഞ്ഞാൽ അവർ പിന്നെയും തുണിസഞ്ചിയും എടുത്തിറങ്ങും. പിന്നെ വരുന്നത് മാസങ്ങൾക്ക് ശേഷമാവും. ചിലപ്പോൾ വർഷങ്ങളോളം വന്നില്ലെന്നും വരും. അവരെങ്ങടാ പോണേ എന്ന് കുട്ടികൾ ചോദിച്ചാൽ മുതിർന്നവരാരെങ്കിലും അതൊരു ഭ്രാന്തി, അമ്പലങ്ങളിലൊക്കെ തെണ്ടി നടക്കണ്ടാവും എന്ന് ഉദാസീനമായി പറയും. ഭ്രാന്തിയല്ല, ഭഗവതിയാണെന്ന് വിനോദിനി മനസ്സിൽ പറയും. അവൾക്ക് അവരുടെ കൂടെ പോകണമെന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അമ്പലങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും അവർക്കൊപ്പം അലഞ്ഞു തിരിയണം. എല്ലാ തീർത്ഥങ്ങളിലും മുങ്ങണം. 10 വയസ്സേ ആയിട്ടുള്ളെങ്കിലും അവൾ വ്രതങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. മുടങ്ങാതെ അമ്പലത്തിൽ കുളിച്ച് തൊഴുകയും ചെയ്യും. ഏകാദശി ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഗുരുവായൂർ പോകുന്നുണ്ടാവും. അവരെ സോപ്പിട്ട് അവളും കൂടെ പോകും. സ്കൂൾ മുടക്കിയിട്ട് പോലും പോവാറുണ്ട്. ഭഗവതി വല്ലപ്പിച്ചയാണ് ഒരു സന്ധ്യയ്ക്ക് കാരക്കലമ്മയെക്കുറിച്ച് പറഞ്ഞത്. അത്താഴപൂജ തൊഴാനായി അവർ അക്കരെ ശിവന്റെ ചുറ്റമ്പലത്തിലെ കരിങ്കൽ കെട്ടിൽ കാത്തിരിക്കുകയായിരുന്നു. വല്യപ്പിച്ചി അമ്പലക്കുളത്തിൽ മുങ്ങിക്കയറി ഈറിനോടെ ഇരിക്കുന്നത്. തലമുടി കെട്ടഴിഞ്ഞ് ചിതറിക്കിടക്കുന്നു. നരച്ച് ജട പിടിച്ചതാണെങ്കിലും ഒരു ചുമടുണ്ട് മുടി, ശരിക്കും പനങ്കുല പോലെ. വിനോദിനിയെയും അനിയത്തി പ്രമോദിനിയെയും ഇരുവശത്തും ഇരുത്തി കണ്ണടച്ച് ജപിച്ചുകൊണ്ടിരിക്കുന്ന വല്യമ്മച്ചിയെ നോക്കി ആരോ പ്രാന്തത്തിൽ തള്ള എപ്പോ വന്നു എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ശ്രീലകത്തേക്ക് പോയി. പ്രമോദനിക്ക് ആകെ നാണക്കേടായി. അവൾക്ക് വല്യപ്പച്ചിയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ഇഷ്ടമല്ല. കൂടെ പഠിക്കുന്ന ആരെങ്കിലും കാണും, അവർ കളിയാക്കുമെന്ന പേടിയിലാണ് അവിടെ ഇരിക്കാറ്. വിനോദിനി അപ്പച്ചി ആ പ്രാന്തത്തിൽ തള്ള കേട്ടുവോ എന്നാണ് പറയുന്നത്. പ്രാന്തത്തിയല്ല, ഭഗവതിയ എന്ന് മനസ്സിലുറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ കയ്യിൽ സ്നേഹപൂർവ്വം തൊട്ടു. ഞാൻ കേട്ടു കുട്ടിയെ, അതൊന്നും സാരില്ല. കുട്ടി കാരക്കലെ അമ്മയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അവിടെ ഉത്സവത്തിൻ്റെ പ്രസാദമാ ഞാനൊന്ന് തന്ന സിന്ദൂരം. എന്നും തൊടണം. തെളിഞ്ഞ ഭക്തിയും കവിത്വ സിദ്ധിയും കിട്ടുമെന്നാ. തിരുവാലങ്കാട് ശിവന്റെ അമ്പലത്തിൽ അവൾക്ക് വലിയ കുടിയിരിപ്പുണ്ട്. എത്ര പ്രമാദമാണെന്നോ അവളുടെ ഉത്സവം. അവൾ സ്വയം പറയുന്നത് കാരക്കൽ ഭ്രാന്തിന്നാ. ശിവനെ പറ്റി പാടി നൃത്തം ചെയ്തു നടന്നേനാ അവൾ മറ്റുള്ളവരുടെ കണ്ണിൽ ഭ്രാന്തിയായത്. അറിവും വെളിവുമുള്ള പെണ്ണുങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഭ്രാന്തിമാരാ. കാരക്കലമ്മ എന്തിനാണ് അങ്ങനെ സ്വയം ഭ്രാന്തിയായി അലഞ്ഞതെന്ന് വിനോദിനി ആലോചിച്ചിരുന്നു. അവളത് വല്യപ്പിച്ചോട് ചോദിക്കുകയും ചെയ്തു. അത് വലിയൊരു ചതി കാരണമാ കുട്ടിയെ. പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ചതി കാരണം വീട് വിട്ട് സന്യാസികളാവും. ആണുങ്ങൾ പെണ്ണുങ്ങളെ ഉപേക്ഷിച്ച് സന്യാസികളാവും. അതും ചതിയാണല്ലോ. അതിപ്പോൾ ശ്രീബുദ്ധനായാലും ശ്രീനാരായണ ഗുരുവായാലും. നട തുറന്നുകൊണ്ട് കൂടുതലൊന്നും പറയാതെ വല്യപ്പിച്ചി അവരെയും കൂട്ടി തൊഴാൻ പോയി. വല്യപ്പിച്ചി അവസാനം പറഞ്ഞതൊന്നും വിനോദിനിക്കൊട്ട് മനസ്സിലായതുമില്ല. സിദ്ധാർത്ഥ രാജകുമാരൻ്റെ ദയയെക്കുറിച്ചുള്ളൊരു പാഠം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചിട്ടാണ് രാജകുമാരൻ തപസ്സിനായി പോയതെന്നും ശ്രീബുദ്ധനായി മാറി ലോകത്തിന് വെളിച്ചം പകർന്നതെന്നും ടീച്ചർ പറഞ്ഞതെന്തും ഓർമ്മയുണ്ട്. അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരാൻ നേരം വൈകി പ്രസാദമായി കിട്ടിയ കടും പായസത്തിൻ്റെ രുചിയിലും മധുരത്തിലും വല്യപ്പച്ചയോടെയാണ് എന്തെങ്കിലും അതിനെപ്പറ്റി ചോദിക്കാനും അവൾ മറന്നു. പുഴയിൽ വെള്ളം താണു തുടങ്ങുന്ന ധനുമാസമായിരുന്നു. അമ്പലത്തിൽ നിന്നുള്ള പടികളിറങ്ങുന്നിടത്ത് വെള്ളം അധികമുണ്ട്. അപ്പച്ചി രണ്ടുപേരെയും കൈകളിൽ പിടിച്ച് അവിടെ കടന്നു. അവരുടെ ഉടമുണ്ട് പിന്നെയും നനഞ്ഞു. വിനോദിനിയും പ്രമോദിനിയും അരപ്പാവടയിലെ തുമ്പുകൾ നനയാൻ വിട്ട് വെള്ളത്തിലൂടെ നടന്നു കയറി. വയസ്സായെങ്കിലും വല്യപ്പിച്ചിയുടെ കൈകൾക്ക് ഉരുക്കിൻ്റെ കരുത്താണ്. നിലാവ് വീണു പടർന്ന മണൽ പരപ്പിലൂടെ അവർ ഇക്കരെ വിഷ്ണു അമ്പലത്തിലും കയറി. നടയടക്കുന്ന സമയം കഴിഞ്ഞതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. ഇരുട്ട് വീണ പടിക്കൽ നിന്ന് വല്യപ്പിച്ചി ദീർഘനേരം തൊഴുതു. ആ നേരമൊക്കെ വിനോദിയെ തിരിഞ്ഞ് തങ്ങൾ നടന്നു പോന്ന പുഴയിലേക്ക് നോക്കി നിന്നു. അക്കരെ ശിവന്റെ അമ്പലം. പുഴയോരത്ത് പരസ്പരം മുഖാമുഖം നിൽക്കുന്ന 2 അമ്പലങ്ങളിലെയും ഈശ്വരന്മാർ തമ്മിലൊരു കരാറുണ്ട്. മഴക്കാലത്ത് അക്കരെ അമ്പലത്തേക്കുള്ള പടികളിൽ വെള്ളം കയറിയാൽ ഇക്കരെ അമ്പലത്തിലെ ശ്രീലകത്ത് വരെ വെള്ളം കയറുമെന്നല്ല, ഭഗവാൻ കയറ്റും. അതുകൊണ്ട് ഏതു വലിയ മഴക്കാലത്തും എത്ര കര കവിഞ്ഞാലും ഇവിടെ എത്തുമ്പോൾ 1-ാമത്തെ കൽപ്പടവിലേക്ക് കൂടി കയറാതെ ഒതുങ്ങി മര്യാദയോടെയേ പുഴ ഒഴുകൂ. ദൈവങ്ങളുടെ ശാസനം. എപ്പോഴൊക്കെ അക്കരെ അമ്പലത്തിൻ്റെ നടവരെ വെള്ളം കയറിയോ അന്നൊക്കെ ഇവിടെ വിഗ്രഹം കൂടി മുക്കിക്കളഞ്ഞിട്ടുണ്ടത്രേ.
അത്തരം കഥകൾ വീട്ടിലെ മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. വിനോദിനിയുടെ ഓർമ്മകളിലൊന്നും അങ്ങനത്തെ സംഭവങ്ങളില്ല. അവൾ ജനിക്കുന്നതിനൊക്കെ മുമ്പായിരിക്കണം. ചിലപ്പോൾ കെട്ടുകഥകളാവാനും മതി. വല്യപ്പച്ചിയുടെ പ്രാർത്ഥന കഴിഞ്ഞ് പാടവരമ്പത്തൂടി നടക്കുമ്പോഴൊക്കെ അവർ ജപിക്കുകയായിരുന്നു. കാരക്കിലമ്മയുടെ കഥ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ചോദിച്ച് ജപം മുടങ്ങാൻ വിനോദിനി ശ്രമിച്ചില്ല. വീട്ടിലെത്തുമ്പോൾ നേരം നന്നായി വൈകിയതുകൊണ്ടും കടും പായസത്തിൻ്റെ മത്തുകൊണ്ടും അവൾ വേഗം ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിറ്റേന്ന് ഉണരുമ്പോഴൊക്കെ ഭഗവതി വല്യപ്പിച്ച് പോയി കളഞ്ഞിരുന്നു. ഒന്നും പറഞ്ഞില്ലല്ലോ, ഒരു സൂചന പോലും തന്നില്ലല്ലോ എന്നൊക്കെ വിഷമിച്ചപ്പോൾ, ആ പ്രാന്തത്തെ എപ്പോഴും അങ്ങനെയല്ലേ, പുലർച്ചയ്ക്ക് കുളിച്ച് ഈറൻ മാറ്റാതെ വാണ്ടോ എടുത്ത് ഒറ്റപ്പോക്ക് എന്നാരോ പറഞ്ഞു. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും വിനോദിനി ഭഗവതി വല്യപ്പച്ചയെ കണ്ടിട്ടില്ല. പക്ഷേ വല്യപ്പച്ചയെ ആ അമ്പലത്തിലും കണ്ടു, ഈ അമ്പലത്തിൽ കണ്ടു എന്നൊക്കെ ദൃക്സാക്ഷികൾ വിവരണങ്ങൾ ധാരാളം കേട്ടു. പ്രമോദിനിയുടെ കല്യാണ തലേന്ന് ഒരു കാരണവർ ഋഷികേശിലെ ഒരു ഗുഹയിൽ ധ്യാനിച്ചിരിക്കുന്ന വല്യപ്പച്ചയെ കണ്ടു എന്ന് പറഞ്ഞതായിരുന്നു ഒടുവിലത്തേത്. എന്താ തേജസ്, സാക്ഷാൽ ഭഗവതി തന്നെ. ശ്വാസം കൂടി ഇല്ലാണ്ട് ഒരേ ഇരിപ്പ്. മുന്നിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ഞാൻ. എൻ്റെ പേര് പറഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ കണ്ണു തുറന്നു. ഒക്കെ കാണണ്ട്, വരാനുള്ള നിയോഗം എത്തിയാൽ വരും. ഇല്ലാച്ച ഇവിടെ തന്നെ തറവാട്ടിൽ അടുത്ത് തന്നെ മംഗളകർമ്മം നടക്കുമെന്ന് കാണുന്നു. ഭഗവാൻ കൽപ്പിച്ചാൽ എൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഇത്രയും പറഞ്ഞ് പിന്നെ കണ്ണടച്ചു. ഭഗവതി നീയേ തുണ. അങ്ങേര് വടക്കേപ്പുറത്ത് കല്യാണ ശ്രമക്കാർ സംഘടിപ്പിച്ച ബ്രാൻഡിയോ മറ്റോ കുടിച്ചിട്ടാണ് ഈ വാചകം അടിക്കുന്നതെന്ന് തിരിച്ചറിയാതെ വിനോദിനി അന്ന് ബിബിനെയും തോളിലിട്ട് കഥ കേൾക്കാൻ തിക്കിത്തിരക്കി വന്നിരുന്നു. കല്യാണം കഴിഞ്ഞ് പ്രമോദിനി വരനൊപ്പം പോകുന്നതുവരെ അവൾ പടിക്കിലേക്ക് ഇടയ്ക്കിടെ അറിയാതെ നോക്കി പോവുകയും ചെയ്തു. എങ്ങാനും വരുന്നുണ്ടെങ്കിലോ. പിന്നെ വല്യപ്പച്ചയെക്കുറിച്ച് ഒന്നും കേട്ടില്ല. ഹിമാലയം വരെ എത്തിച്ച സ്ഥിതിക്ക് ഇനി അവരെ ഗുരുവായൂരോ ചോറ്റാനിക്കരയോ കണ്ടുവെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അതാവും പുതിയ കഥകൾ ഇറങ്ങാത്തത്. എല്ലാവരും അവരെ മറന്നു, വിനോദിനിയും. വർഷങ്ങൾക്ക് ശേഷം വിപിനിൻ്റെ ജോലിസ്ഥലത്തെ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് വിനോദിനി പിന്നെ ഭഗവതി വല്യപ്പച്ചയെയും കാരക്കലമ്മയെയും ഓർക്കാനിടയായത്. മകന് ജോലി കിട്ടിയതോടെ വിനോദിനിക്ക് അടുക്കള മുറ്റത്തെ വാഴച്ചോട്ടിൽ കൂട്ടിയിട്ട ചാരക്കൂനയിൽ നിന്ന് സ്വന്തം ജീവിതം പൊക്കിയെടുത്തതുപോലെയാണ് തോന്നിയത്. നൂറ്റാണ്ടുകളായി അതിനുള്ളിൽ പൂണ്ടു കിടക്കുകയായിരുന്നു. വായിലും മൂക്കിലും കണ്ണിലുമൊക്കെ ചാരമടിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തട്ടിക്കളയാൻ സമയം പിടിക്കും. എങ്കിലും സാരമില്ല, വായുവും വെളിച്ചവും ഉള്ളെടുത്ത് സമയം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇനി വരുന്ന മഴകളൊക്കെ നനഞ്ഞും വെയിലത്തുണങ്ങിയും പോയ ശോഭ തിരിച്ചു പിടിക്കാനാവും. അവൾക്ക് ഇത്തിരി അന്തസ്സും അഭിമാനമൊക്കെ തോന്നിത്തുടങ്ങി. മകന് ജോലി കിട്ടി. ക്വാർട്ടേഴ്സിലാണെങ്കിലും ചെറുതാണെങ്കിലും തൻ്റേത് മാത്രമായ ഒരു കൂരയുമായി. ഇവിടെ മഹാറാണി താൻ തന്നെയാണ്. ഇഷ്ടമുള്ളതുണ്ടാക്കാം, തീരുമാനങ്ങളെടുക്കാം. ഫർണിച്ചറുകൾ സ്വന്തം ഇഷ്ടത്തിന് മാറ്റിയും ഒതുക്കിയും മുറിക്കുള്ളിൽ പുതുമ വരുത്താം. മീൻകാരനോടും പച്ചക്കറിക്കാരനോടുമൊക്കെ വിലപേശി വേണ്ട സാധനങ്ങൾ വാങ്ങാം. ഇതുവരെ ജീവിച്ച ജീവിതമല്ല ഇനിയുള്ളത്. പരസ്പരം ഒട്ടിയിരിക്കുന്ന ഇരട്ട വീടിൻ്റെ മറുപാതിയിൽ തമിഴ് കുടുംബമാണ് താമസിക്കുന്നതെന്നുകൊണ്ട് ആദ്യമൊന്നും വിനോദിനി അവളോട് അധികം അടുപ്പത്തിന് പോയിരുന്നില്ല. പൈപ്പിൻ ചോട്ടിൽ വെച്ച് കണ്ടാൽ ചിരിക്കും. പക്ഷേ പാൽക്കാരൻ വരുമ്പോഴും പച്ചക്കറി വണ്ടി വരുമ്പോഴൊക്കെ അടുത്തടുത്ത് കണ്ട് മരുതകമെന്ന തമിഴത്തിയുമായി അറിയാതെ തന്നെ അടുപ്പമുണ്ടായി തുടങ്ങി. അധികനാൾ കഴിയും മുമ്പ് തന്നെ ഭാഷയുടെ പരിമിതികളൊക്കെ മറികടന്ന് അവർ തമ്മിൽ ഇഴയടപ്പമുള്ള സൗഹൃദം രൂപപ്പെട്ടു. മരുതകം വർഷങ്ങളായി അതേ വീട്ടിലാണ് താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞ കാലത്ത് ഭർത്താവ് മുനിയനൊപ്പം താമസം തുടങ്ങിയതാണ്. അയാൾ മാസങ്ങൾക്ക് മുൻപ് മരിച്ചു. പക്ഷേ അവർ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞില്ല. കുറച്ച് മാസങ്ങൾ കൊണ്ട് അപ്പയുടെ ജോലി മകൻ ജ്ഞാനശേഖരന് കിട്ടുകയും ചെയ്തു. ഇനിയും ഒരു 35 വർഷമെങ്കിലും അവർക്കവിടെ താമസിക്കാം, അതിനകം അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണില്ലെങ്കിൽ. മരതകം അവളെ വിനോദം എന്ന് വിളിച്ചു. വീടിന് ചുറ്റും വളച്ചുകെട്ടി നിറയെ മുല്ലയും പിച്ചിയും പല നിറ കനകാംബരങ്ങളും വളർത്തുന്നുണ്ട് മരതകം. മുല്ലയും കനകാംബരവും ഇടകലർത്തി കോർത്ത ഭംഗിയുള്ള പൂമാലകൾ മുഴം കണക്കിന് മുറിച്ചു വിൽക്കുന്നത് വാങ്ങാൻ കോളനിയുടെ പല ഭാഗത്തു നിന്നും പെൺകുട്ടികളും സ്ത്രീകളും വരും. മരതകത്തിൻ്റെ സ്വകാര്യ വരുമാന മാർഗവുമാണത്. സന്ധ്യകളിൽ മുറ്റത്തിട്ട ഇരുമ്പുകട്ടിലിൽ ചമരം പടിഞ്ഞിരുന്ന് അവർ അനായാസം മാല കോർക്കും. വിരലുകളും വാഴനാരുകളും പൂക്കളും താളത്തിൽ ചലിക്കുന്നതിനൊപ്പം ചുണ്ടുകൾ മധുരമായി മൂളുകയും ചെയ്യും. വിറ്റുതീരാത്ത പൂക്കൾ വാഴയിലയിൽ പൊതിഞ്ഞ് വെള്ളം തളിച്ച് അകത്തു വയ്ക്കും. നാളെയും ആവശ്യക്കാർ വരും. ചെറിയൊരു തുണ്ട് വിനോദിനിക്ക് നിത്യവും സമ്മാനിക്കാൻ അവർ മറക്കാറില്ല. മുടിയിൽ വെക്കെ എന്ന് പറഞ്ഞു തന്നാലും വിനോദിനി അത് വാസനിച്ചു പോലും നോക്കാതെ ഈശ്വരന്മാരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ തൂക്കുകയാണ് പതിവ്. തുളസിക്കതിരും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വല്ലപ്പോഴും പനിന്തി പൂവുമല്ലാതെ പിന്നീടൊരിക്കലും പൂ ചൂടിയിട്ടില്ല. ഇത്രയും പൂക്കൾ മാലയാക്കുമെങ്കിലും മരതകവും പൂ ചൂടാറില്ല. വിധവയായതുകൊണ്ടാവണം. മുനിയപ്പൻ്റെ മരണശേഷമാണ് പക്ഷേ മരതകം പൂക്കൃഷിയും മാല വിൽപ്പനയുമൊക്കെ തുടങ്ങിയത്. അയാൾ വളരെ മോശം മനുഷ്യനായിരുന്നെന്ന് അവരിപ്പോൾ ഒരു ഭാവഭേദവുമില്ലാതെ പറയും. എന്നും വഴക്കും ബഹളവും. മദ്യപിച്ചു വന്ന് ജ്ഞാനശേഖരനെയും മരതകത്തെയും തല്ലുന്നത് സ്ഥിരം പതിവായിരുന്നു. പോയത് നല്ല പോച്ച്, നിമ്മതിയിരിക്കതേ. മരതകം ഭംഗിയായി ചിരിച്ച് മച്ചാനെ പാത്തിങ്കള മലർ വാഴ്ത്തോ പൂക്കളെ എന്ന സിനിമ പാട്ട് മൂളും. അല്ലെങ്കിൽ ഏതെങ്കിലും കുറളീണത്തിൽ മന്ത്രിക്കും. അയാൾ പോയതിനു ശേഷമാണ് അവൾ ഈ ചിരിയും പാട്ടും വീണ്ടെടുത്തത്.
ജീവിതം വാസനിപ്പിക്കാനുള്ള വഴികളൊക്കെ കണ്ടുപിടിച്ചതും അതിനുശേഷമാണ്. വിനോദിനി അവിടെ എത്തി അധികം കഴിയും മുമ്പ് ജ്ഞാനശേഖർ പളനിക്കടുത്തുള്ള ബാലസമുദ്രത്തിൽ നിന്ന് കല്യാണം കഴിച്ച് പരിമളത്തെ കൊണ്ടുവന്നു. മെലിഞ്ഞ് കാറ്റിലാടും വിധമുള്ള ഒരു പെൺകുട്ടി. ചന്തമുള്ള മുഖവും ചിരിയും. മരതകത്തിൻ്റെ ദിവസങ്ങൾ കൂടുതൽ അയവുള്ളതായി, ഭംഗിയുള്ളതും സ്വാതന്ത്ര്യവുമായി. പരിമളം എല്ലാ വേലയും നോക്കിക്കൊള്ളും. അവളുടെ വെപ്പുപണിയൊന്നും മരതകത്തിന് അത്ര പിടിച്ചിട്ടില്ല. ജ്ഞാനശേഖരനും അതൊന്നും ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഒന്നും വാതുറന്നും മിണ്ടുകയുമില്ല. മരതകം വിനോദിനിയോട് പറയും. പക്ഷേ പാട്ടുമൂളിയും പൂക്കോർത്തും ദിവസം മുഴുവൻ വെറുതെ ഇരിക്കുക പോലും ചെയ്യാമെന്ന അവസ്ഥ അവർക്കിഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു ദിവസം മരതകം കോളനിയിലെ ചില സ്ത്രീകൾക്കൊപ്പം ക്ഷേത്ര ദർശനത്തിന് പോയതും 5-6 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി പലതരം പ്രസാദങ്ങൾ വിനോദിനിക്ക് സമ്മാനിച്ചതും. അക്കൂട്ടത്തിൽ ഓറഞ്ച് നിറമുള്ള കുങ്കുമത്തിൻ്റെ അളുക്ക് പ്രത്യേകം എടുത്തുകാട്ടി മരതകം പറഞ്ഞു. നിത്യം വെച്ചിട്ട് ரொம்ப പെരുമയുള്ള അമ്മ തിരുവാലങ്കാട് കോയിലിണ്ട് കിടച്ചത് അവൻ കണവൻ തിരുമ്പി വന്നിരും. എന്തിന് എന്നൊരു ചോദ്യമാണ് വിനോദിനിയുടെ മനസ്സിൽ പെട്ടെന്ന് പൊങ്ങി വന്നതെങ്കിലും അവൾ അത് ചോദിച്ചില്ല. ഇനി അയാൾ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, ഒരിക്കലും വരാതിരിക്കട്ടെ. പക്ഷേ ആ പ്രസാദത്തിൻ്റെ നിറവും വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ചു പോയ ഭർത്താക്കന്മാരെ പോലും തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ള ആ ദേവിയും അവളെ ആകർഷിച്ചു. ഏതു ദേവിയാണ്? വിനോദിനിയുടെ ചോദ്യത്തിന് ദേവിയല്ല, അമ്മ, കാരക്കലമ്മ എന്ന പവിഴം മറുപടി പറഞ്ഞപ്പോൾ വിനോദിനി ഒരു നിമിഷം ഞെട്ടി. അവളുടെ മനസ്സിൽ മഞ്ഞും തണുപ്പും കൂടിക്കുഴഞ്ഞ ഒരു ധനുമാസരാത്രിയും പുഴക്കരയിലെ അമ്പലവും തെളിഞ്ഞു വന്നു. പനങ്ങല പോലത്തെ മുടിയഴിച്ചിട്ട് നനഞ്ഞു തൊടുത്ത ഒരു സ്ത്രീയും. അവരാണ് കാരക്കലമ്മയെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത്. 10 വയസ്സുകാരിക്ക് ഒരിക്കലും മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ദുരൂഹമായ കാര്യങ്ങൾ പറഞ്ഞ് അവർ പിറ്റേന്ന് എന്നേക്കുമായി അപ്രത്യക്ഷയായി. എത്രയോ കാലം വിനോദിനി കാരക്കലമ്മയെക്കുറിച്ച് ഓർത്തിരുന്നു. ആരാണ് അവരെന്നറിയാൻ വെമ്പൽ കൊണ്ടിരുന്നു. അന്ന് ഭഗവതി വല്യപ്പച്ചി തന്ന സിന്ദൂരം എന്നും അണിയണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അവർ പോയതിൻ്റെ പിറ്റേന്നോ മറ്റോ പ്രമോദിനിയുമായുള്ള എന്തോ പിടിവലിയിൽ ആ ചെപ്പ് താഴെ വീണ് മുഴുവൻ നിലത്ത് തൂവിപ്പോയി. അസ്ഥികരം പിടിച്ച ഒരു നിറം എന്ന് ശപിച്ച് വിലാസം ചേച്ചി അതപ്പോഴേ തുറച്ചു നീക്കുകയും നിലം വൃത്തികേടാക്കിയതിന് 2 പേരെയും നുള്ളി നോക്കുകയും ചെയ്തു. ചേച്ചിക്ക് മെറൂൺ കുങ്കുമം മാത്രമേ ഇഷ്ടമുള്ളൂ. ആ ഓറഞ്ച് കുങ്കുമമിട്ട് കവിത്വശക്തിയും ഭക്തിയുമൊക്കെ ഉണ്ടാക്കാമെന്ന മോഹം പാഴായതിൽ വിനോദിനിക്കന്ന് നല്ലോണം സങ്കടം വന്നിരുന്നു. ഇപ്പോഴിതാ അതൊന്നും ആവശ്യമില്ലാത്ത കാലത്ത് അവളുടെ കയ്യിൽ കാരക്കലമ്മയുടെ ഓറഞ്ച് സിന്ദൂരച്ചെപ്പ് എത്തിയിരിക്കുന്നു. അവൾ അതിന് തൊടാനൊന്നും സാധ്യതയില്ല. ദൈവങ്ങളുടെ ചിത്രങ്ങൾക്ക് മുന്നിലെ തട്ടിൽ ഭദ്രമായി സൂക്ഷിക്കുകയുള്ളൂ. എവിടെയാണ് കാരക്കലമ്മയുടെ കോവിൽ? വിനോദിനിയുടെ ചോദ്യത്തിന് മരതകം ആവേശത്തോടെ അമ്മയുടെ കഥ മുഴുവൻ വിശദീകരിച്ച് പറഞ്ഞു. മദ്രാശിക്കടുത്ത് തിരുവാലങ്കോട് ശിവക്ഷേത്രത്തിലെ കുടിയിരിപ്പാണ് കാരക്കലമ്മ. അവരവിടെയാണ് കൂടുതൽ കാലം ജീവിച്ചത്. ഭഗവാനെക്കുറിച്ച് കവിതകൾ എഴുതി പാടിയും നൃത്തം ചെയ്തും ഉന്മാദിനിയായി കോവിലിനുള്ളിൽ കഴിഞ്ഞുകൂടി. കാരക്കൽ ഭ്രാന്തിയെന്ന് സ്വയം വിളിച്ചു. അത് കേട്ട് മറ്റുള്ളവരും. പക്ഷേ അവരങ്ങനെയാവാൻ കാരണമുണ്ടായിരുന്നു. പെണ്ണുങ്ങൾക്ക് വെറുതെ ഭ്രാന്ത് വരൂല, വിനോദം എന്നാണ് മരതകം അതിനെപ്പറ്റി പറഞ്ഞത്. കാരക്കലമ്മയുടെ സൗന്ദര്യം കണ്ടു മോഹിച്ചിട്ടാണ് അവളെ ഒരു കച്ചവടക്കാരൻ കല്യാണം കഴിച്ചത്. അതിസുന്ദരിയായി അവളോട് അയാൾക്ക് സ്നേഹമുണ്ടായിരുന്നു, അതിനേക്കാൾ സംശയവും. ഒരു ദിവസം അയാൾ 2 മാമ്പഴങ്ങൾ അവൾക്ക് സമ്മാനിച്ചിട്ട് പുറത്തു പോയി. ഉച്ചസമയത്ത് ഭിക്ഷ യാചിച്ചു വന്ന സന്യാസിക്ക് അതിലൊന്ന് അയാൾ ദാനം ചെയ്തു. തനിക്ക് നൽകിയതാണല്ലോ, എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടല്ലോ എന്ന ഉറപ്പിലാണ് അവൾ അത് കൊടുത്തത്. പക്ഷേ ഉച്ചയൂണിനെത്തിയ ഭർത്താവ് അവളോട് മാമ്പഴം വിളമ്പാൻ ആവശ്യപ്പെട്ടു. ഒന്ന് കൊടുത്തപ്പോൾ അടുത്തതും വേണമെന്ന് പറഞ്ഞു. അവൾ ഭയചകിതയായി പൂജാമുറിയിൽ ചെന്ന് ശിവനെ തൊഴുത് കരളലിഞ്ഞ് പ്രാർത്ഥിച്ചു. മാമ്പഴമെടുക്കാൻ പോയവൾ വൈകുന്നത് കണ്ട് ഭർത്താവ് അകത്ത് ചെന്നപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ഭാര്യയെ മാത്രമല്ല, അവളുടെ കൈകളിൽ ഒരു മാമ്പഴം വന്ന് വീഴുന്നതും കണ്ടു. അയാൾ പേടിച്ചുപോയി. ഇത്രയും ഭക്തിയും അതിമാനുഷിക ശക്തിയുമുള്ള സ്ത്രീയെ തനിക്കിനി വേണ്ടെന്ന് തീരുമാനിച്ച് അയാൾ വീട് വിട്ടുപോയി. ഒട്ടും വൈകാതെ വേറെ കല്യാണവും കഴിച്ചു. അവളാണെങ്കിൽ നിരാശയായി ഭ്രാന്തിയായി അലഞ്ഞ് തിരുവാലങ്കാട് എത്തി. മരിച്ചപ്പോൾ അവിടെ തന്നെ കുടിയിരുത്തി. മരതകം പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് കഥ അവസാനിപ്പിച്ചത്. പാര് വിനോദം, പൊണ്ടാട്ടിയെ തള്ളറുതൊക്കെ എന്നെല്ലാം ഉപായം. അവന് എതൊക്കെ അന്ത 2வது മാമ്പഴം. അത് അത് ഞാൻ ചാപ്പിട്ടാച്ചെ എന്ന് അവൾക്കും പറയാം. ആനാൽ ചൊല്ലലേ എന്നതിന് തെരിയുമാ? പയം, താലി കെട്ടിന പുരുഷൻ മേലെ പയം. എല്ലാ പെൺകൾക്കും അത് താൻ, അത് മട്ടും താൻ. മരതകം മലയാളവും തമിഴും കൂട്ടിക്കലർത്തിയാണ് വിനോദിനിയോട് സംസാരിക്കുക. അയാൾ ഭാര്യയെ പരീക്ഷിക്കാനാണ് മാമ്പഴം തിരിച്ചു ചോദിച്ചത്. കൈയോടെ അവളെ പിടികൂടാനാണ് പിന്നാലെ പോയത്. അപ്പോൾ കണ്ട കാഴ്ച അയാളെ വിവശനാക്കി. ഇത്രയും പരിശുദ്ധയായ ഭാര്യയെ സംശയിച്ചില്ല എന്ന കുറ്റബോധം കൊണ്ടാവാം, അല്ലെങ്കിൽ അവളോടുള്ള ഭയം കൊണ്ടാവാം അങ്ങൊരു വീട് വിട്ടുപോയി. വേറെ പെണ്ണും കെട്ടി. പക്ഷേ അവൾക്ക് വാ തുറന്ന് പറഞ്ഞാൽ പോരെ, അതിലൊരു മാമ്പഴം ഞാൻ തിന്നു, ഒന്ന് നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ വിശന്നു വന്ന ഒരു പിച്ചക്കാരന് കൊടുത്തു എന്ന സത്യം തന്നെ പറയാം. അതൊന്നും ചെയ്യാതെ പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്നു. മായാജാലം കാട്ടാൻ ഒരു ഭഗവാനും. ഉള്ളത് തുറന്നു പറയാൻ ഒരു പെണ്ണിനും ധൈര്യമില്ല വിനോദം. ഭാര്യമാർ പറയുന്ന സത്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള വലിപ്പം ആണുങ്ങൾക്കുമില്ല.
അവരിരുന്നപ്പോൾ ഞാൻ പാതി സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചില നേരങ്ങളിൽ പോയും ഏതു ചെന്നാലും അടി വീഴും. അവരുടെ നിഴൽ പാക്കുമ്പോഴേ ഉടലി വരയ്ക്കും. കിട്ടുന്ന അടിയുടെ തീവ്രത കുറയ്ക്കാനായിരുന്നു മരതകം 24 വർഷം നീണ്ട ദാമ്പത്യത്തിൽ പാതി സത്യങ്ങളും നുണകളും മാത്രം പറഞ്ഞത്. വിനോദിനിക്ക് പക്ഷേ അത്ഭുതം തോന്നിയത് സ്വന്തം ദാമ്പത്യം പോലും നിർത്താൻ കഴിവില്ലാത്ത ഭർത്താവിനാൽ നിർദ്ദയം ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ ദേവിയായി കഴിഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്ന ഭർത്താക്കന്മാരെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന ഡീലർഷിപ്പ് തുടങ്ങിയതിനെ പറ്റിയാണ്. അവരുടെ സിന്ദൂരമിട്ടാൽ പോയവൻ തിരിച്ചു വരുമെന്നാണല്ലോ മരതകം പറഞ്ഞത്. ആ ചോദ്യത്തിന് മരതകത്തിന് മറുപടിയില്ലായിരുന്നു. ഏതോ அப்படித்தான் എല്ലാവരും ചൊല്ലരുത്. കുടുംബ സൗഖ്യത്തിനും പുരുഷൻ നല്ല നടക്കുന്നതുക്കും എല്ലാം ഇന്ത പ്രസാദം പോതും. കാരക്കലമ്മ കാത്തിരും. മരതകം കൈ മലർത്തിയിട്ട് 6-7 ദിവസം താൻ ഇല്ലാതായതോടെ വാടിത്തുടങ്ങിയ ചെടികൾക്കിടയിലേക്ക് അവയെ ഉണർത്താനായി പോയി. സിന്ദൂരത്തിൻ്റെ അളുക്ക് അകത്തു വയ്ക്കുമ്പോൾ വിനോദിനി സ്വന്തം ദാമ്പത്യത്തെക്കുറിച്ച് ഓർത്തു. എന്തെല്ലാമോ സമാനതകൾ തനിക്കും കാരക്കലമ്മയ്ക്കും ഉണ്ടെന്ന് അവൾക്ക് തോന്നുകയും ചെയ്തു. വിപിനൻ്റെ അച്ഛനും സംശയരോഗമുണ്ടായിരുന്നു. തന്നതൊക്കെ അവർക്കപ്പുറത്ത് തിരിച്ചു ചോദിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. അത്തരം നിസ്സാരമായൊരു കാരണത്തിന് അയാൾ അവളെ ഉപേക്ഷിച്ചു പോയി വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു. അന്നേരം കാരക്കലമ്മയെപ്പോലെ വിനോദിനി സ്വതന്ത്രയായിരുന്നില്ല. വിപിനൻ വയറ്റിൽ കുരുത്തിരുന്നു. അയാളുടെ വീട്ടിൽ തന്നെ അവൾ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടന്നു. പിണക്കം മാറി അയാൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. വിപിനൻ്റെ 4-ാം വയസ്സിൽ അയാൾ വേറെ ഭാര്യയും കുഞ്ഞുമൊത്ത് കയറി വരുന്നതുവരെ അവൾ ആ വീട്ടിൽ ആട്ടും തുപ്പും കഴിഞ്ഞു. അയാൾ പുതിയ കുടുംബവുമായി വന്നു കയറിയ ആ നിറസന്ധ്യയ്ക്ക് കയ്യിൽ കിട്ടിയ സാധനങ്ങൾ സഞ്ചിയിൽ കുത്തി നിറച്ച് വിപിനെയും പിടിച്ചു വലിച്ച് വിനോദിനി പടിയിറങ്ങി. മരച്ചക്രങ്ങൾ പിടിപ്പിച്ച ഒരു കളിവണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിപിനൻ അന്നേരം. വീട്ടിലെ കുട്ടികളാരോ ഉപേക്ഷിച്ച വണ്ടി അവൻ നന്നാക്കി എടുത്തതാണ്. ആ വണ്ടിക്ക് വേണ്ടി വിപിനൻ ഉറക്കെ കരഞ്ഞു. പൂമുഖത്ത് അതിഥികളുടെ സ്വീകരണ പരിപാടി കഴിഞ്ഞിരുന്നില്ല. എല്ലാവരും അവിടെയുണ്ട്. കുട്ടിയുടെ കരച്ചിലും വിനോദിനിയുടെ പോക്കും കണ്ട് അവരൊക്കെ അമ്പരന്ന് നോക്കി നിന്നിട്ടുണ്ടാവും. അവൾ സ്വന്തം വീട്ടിലേക്ക് എപ്പോഴോ തിരിച്ചു പോയിരിക്കണമെന്നായിരുന്നു അയാളുടെ വിചാരം. ഇങ്ങനൊരു രംഗം ഒരുപക്ഷെ അയാൾ പ്രതീക്ഷിച്ചു കാണില്ല. പിന്നെയും എത്രയോ തവണ അവർ പരസ്പരം മുഖാമുഖം വന്നിട്ടുണ്ടാവും. രണ്ടു നാടുകളും തമ്മിൽ വലിയ അകലമൊന്നുമില്ല. വിപിനൻ്റെ കാലൊടിഞ്ഞ് പ്ലാസ്റ്ററിട്ട് ജനറൽ ആശുപത്രിയിൽ കിടന്ന കാലത്ത് വിനോദിനി അയാളെ നേർക്കുനേരെ കണ്ടു. അവൾ ഫ്ലാസ്കുമെടുത്ത് പേവാടിന് അറ്റത്തെ പൈപ്പിൽ ചൂടുവെള്ളം എടുക്കാൻ പോവുകയായിരുന്നു. ദിവസങ്ങളായുള്ള ആശുപത്രിവാസം അവളെ ഒന്നുകൂടി ക്ഷീണിതയാക്കിയിരുന്നു. ഉലഞ്ഞു മുഷിഞ്ഞ വസ്ത്രങ്ങളും പാറിപ്പറന്ന തലമുടിയും എല്ലാമായി അവളെ കണ്ടാൽ കാലങ്ങളായി പട്ടിണി കിടക്കുന്നവളെന്നേ തോന്നും. ആരും രണ്ടാമതൊന്നും നോക്കാത്തക്ക വിധം അവൾ കോലം കെട്ടിരുന്നു. നല്ല ഉടുപ്പുകളിട്ട് ചുറ്റും സുഗന്ധം പരത്തി അയാൾ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കടന്നുപോയി. അവളെ കണ്ടു കാണില്ല, കണ്ടാൽ തന്നെ തിരിച്ചറിയണമെന്നുമില്ല. അവളാകട്ടെ അവിടെ തറഞ്ഞു നിന്ന് അയാൾ പോയ വഴിയെ നോക്കിക്കൊണ്ടിരുന്നു. വിപിനൻ വേനലിൽ വെള്ളം താണ കുളത്തിലേക്ക് നീന്താൻ എടുത്തു ചാടി. കാലൊടിച്ച കഥയറിഞ്ഞ് അവനെ കാണാൻ വന്നതായിരിക്കുമോ അയാളെന്ന് പോലും അവൾ ഒരു മാത്രം സംശയിച്ചു. അങ്ങനെ അല്ലെന്നറിയാമായിരുന്നിട്ടും അവൾ അവിടെ തന്നെ നിന്നു. അയാൾ ഈ വഴി തന്നെ തിരിച്ചു വരും. അന്നേരം തടഞ്ഞു നിർത്തണം. കുറച്ച് കാശെങ്കിലും ചോദിക്കണം. കഴുത്തിന് പിടിച്ച് തന്നിട്ട് പോടോ എന്ന് പറയണം. അവൻ്റെ സന്താനമാണ് അവിടെ കിടക്കുന്നത്. അയാൾ അല്പനേരത്തിന് ശേഷം അതുവഴി തന്നെ തിരിച്ചുപോയി. അപ്പോഴും വഴിയിൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആ സ്ത്രീയെ അയാൾ കണ്ടില്ല. അവൾ അയാളെ തടഞ്ഞില്ല, ഒന്നും ചോദിച്ചതുമില്ല. വൈകിച്ചെന്തുകൊണ്ട് പൈപ്പിൽ ചൂടുവെള്ളം നിന്നു പോയിരുന്നു. ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന പാല് ചൂടുവെള്ളം ഒഴിച്ച് നേർപ്പിച്ച് അതിൽ മുക്കിയ റൊട്ടിയാണ് അവൾ വിപിന് പല നേരമായിട്ട് കൊടുക്കുന്നത്. അന്ന് എല്ലാം താളം തെറ്റി. ഉച്ചയ്ക്ക് തിന്നാനൊന്നുമില്ലാതെ വിപിനൻ വിശന്ന് കരഞ്ഞപ്പോൾ അവൾ അറിയാവുന്ന ശാപവാക്കൾ മുഴുവൻ കുഞ്ഞിനു മേലെ ചൊരിഞ്ഞു. നശിച്ചു പോ എന്ന് പ്രാഗി. അയാളോടൊരിക്കലും പറയാൻ കഴിയാത്ത, പക്ഷേ പറയണമെന്ന് ആഗ്രഹിച്ചതൊക്കെ തികട്ടി വന്നു. അവൻ്റെ സന്തതിയാണ്. നശിച്ചു പോട്ടെ. അടുത്ത കട്ടിലുകളിൽ കിടന്നവരും കൂട്ടിരിപ്പുകാരും അമ്പരന്ന് നോക്കിയിരുന്നു. നഴ്സിംഗ് ക്യാബിനിൽ നിന്ന് സിസ്റ്റർ വന്ന് എത്തി നോക്കി. ശാസിക്കുന്നതുവരെ അവൾ പൊട്ടിയൊഴുകുകയായിരുന്നു. വിപിനെ വിങ്ങുന്ന കാര്യമായി അമ്മയുടെ ഭാവഭേദത്തിൻ്റെ പൊരുളറിയാതെ പേടിച്ചു വിറച്ച് കണ്ണടച്ചു. അവൻ്റെ മുഖം കണ്ണീരിൽ നനഞ്ഞു. ഒടുവിലെല്ലാം അടങ്ങിയപ്പോൾ അടുത്ത കിടക്കയിലെ പെൺകുട്ടിയെ നോക്കാൻ നിന്ന പ്രായമായ സ്ത്രീ വിപിന് ഭക്ഷണം കൊടുത്തു. വിനോദിനിക്ക് അടുത്തിരുന്ന് എന്ത് ഭ്രാന്താ നീ കാണിച്ചതെന്ന് സ്നേഹത്തോടെ വഴക്കു പറഞ്ഞു. കുട്ടി വിഷമിക്കില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? തങ്കക്കട്ട പോലൊരു ആൺകുട്ടി. അവൻ വലുതായ പിന്നെ നിനക്കെന്താ പേടിക്കാൻ? മഹാറാണിയെ പോലെ വെക്കും അവൻ നിന്നെ. ഇങ്ങനെയൊന്നും ആൺകുട്ടികളെ ശപിക്കരുത്. ദൈവം പൊറുക്കില്ല. ആ സ്ത്രീക്ക് വിനോദിനിയെ ഒരാഴ്ച കണ്ട പരിചയമേയുള്ളൂ. അവളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്കറിയില്ല. പക്ഷേ ഉപേക്ഷിക്കപ്പെട്ട അമ്മയും മകനുമാണ് അവരെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല താനും. വിനോദിനെ കണ്ണീരും അരിശവുമെല്ലാം ഒന്നിച്ച് അമർത്തി തുറച്ചു കളഞ്ഞിട്ട് വിപിനൻ്റെ കാലുകളിൽ തൊട്ടു. ക്ഷമിക്കൂ മകനെ എന്ന് നിശബ്ദം ഉരുവിട്ടു. അമ്മയുടെ ഭാവം എന്തെന്നറിയാതെ വിപിനെ പിന്നെയും പേടിച്ചരണ്ടു. വിനോദിനി ഇതിനു മുൻപും മകനോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ട്. അവളുടെ സങ്കടങ്ങളും നിരാശകളുമൊക്കെ അവൾ പലപ്പോഴും അവനിലാണ് തീർത്തിരുന്നത്. അന്ന് കുളത്തിൽ ചാടി കാലുവേദനയുമായി ഞൊണ്ടി വന്ന സന്ധ്യയ്ക്കും അതിൻ്റെ പേരിൽ അവൾ അവനെ തല്ലിയിട്ടുണ്ട്. രാത്രിയാകുമ്പോഴേക്ക് അവൻ്റെ കാല് വിങ്ങി വീർത്തു. വേദന താങ്ങാനാവാതെ, പക്ഷേ ഒച്ചയുണ്ടാക്കി കരയാൻ ഭയന്ന് രാത്രി മുഴുവൻ വിപിന് ഉറങ്ങാതെ കണ്ണീരൊഴുക്കി.
അവൻ ഉറങ്ങിയിട്ടില്ലെന്നറിഞ്ഞപ്പോൾ വിനോദിനി മുറിവെണ്ണ കൊണ്ടുവന്നു മെല്ലെ തടവി കൊടുത്തു. എല്ലുന്നുറങ്ങിയിരുന്നു കൊണ്ട് ആ സ്പർശനങ്ങൾ അവനെ പിന്നെയും വേദനിപ്പിച്ചതേയുള്ളൂ. എന്നിട്ടും രാത്രി മുഴുക്കെ വിനോദിനി അവൻ്റെ അശ്രദ്ധയെക്കുറിച്ച് അരിശത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് ആ അപരിചിതയായ സ്ത്രീ അവളോട് നിന്നെ മഹാറാണിയെ വയ്ക്കാൻ കെൽപ്പുള്ള മകനാണ് വിപിൻ എന്ന് പറഞ്ഞ നിമിഷം അവളുടെ ഉള്ളിൽ താൻ വിപിനോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും തെളിഞ്ഞു വന്നു. അതൊന്നും അവനോട് സ്നേഹമില്ലാത്തതുകൊണ്ടായിരുന്നില്ല, അവൾക്ക് തന്നോട് തന്നെ സ്നേഹമില്ലാതായി പോയതുകൊണ്ടായിരുന്നു. മകനോട് മനസ്സിൽ മാപ്പിരുന്ന് അവളന്ന് വൈകുന്നേരം വരെ പരസ്യമായി കരഞ്ഞിട്ടുണ്ടാവും. പിന്നൊരിക്കലും വിപിനെ വാക്കാലോ ശാരീരികമായോ മുറിപ്പെടുത്തില്ലെന്ന് അവൾ ശപഥം ചെയ്തു. അവനല്ലാതെ അവൾക്ക് ആരാണുള്ളത്? അവനില്ലാതെ അവൾ എങ്ങനെ ജീവിക്കാനാണ്? പിന്നെയുള്ള നാളുകളിലൊക്കെ സ്വയം പൊടിഞ്ഞു തകരുന്ന അനുഭവങ്ങളുണ്ടായാൽ പോലും വിനോദിനി മകനെ ശപിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തില്ല. അവൻ്റെ കോളേജ് പഠിപ്പിനെല്ലാം വേണ്ടി അവൾ നന്നേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അകന്നതും അടുത്തതുമായ ബന്ധുക്കളുടെ വീടുകളിൽ മാറി മാറി പ്രസവ ശുശ്രൂഷയ്ക്ക് രോഗി പരിചരണത്തിനുമൊക്കെയായി താമസിച്ചിട്ടുണ്ട്. അവരവളെ ബന്ധുവായി പരിഗണിക്കാറില്ലായിരുന്നു. പക്ഷേ ചെയ്ത വേലയ്ക്ക് കൂലി കൊടുക്കുന്ന സമയത്ത് ബന്ധുത്വത്തിനും സ്നേഹത്തിനും കടപ്പാടിനുമൊക്കെ മുൻതൂക്കമുണ്ടാവും. വിനോദിനി സമർത്ഥമായി കബളിപ്പിക്കപ്പെടും. കണക്ക് പറഞ്ഞ് വാങ്ങാൻ അവൾ വെറും വേലക്കാരിയല്ലോ, വീട്ടിലെ ആൾ തന്നെയല്ലേ. എത്രയോ തവണ അവൾ നിസ്സഹായിയായി കരഞ്ഞു പോയിട്ടുണ്ട്. വിനോദിനിയുടെ ദുരിതങ്ങൾ കണ്ട് വളർന്നുകൊണ്ടാവാം വിപിനൻ അധികം പഠിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. കാണുന്ന ജോലികൾക്കൊക്കെ അപേക്ഷ അയച്ചു. മെനക്കെട്ടിരുന്ന് പഠിച്ചു. ഡിഗ്രി 2ാം വർഷം എത്തുമ്പോഴേക്ക് റെയിൽവേയുടെ ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറുകയും ചെയ്തു. വലിയ ജോലിയൊന്നുമല്ല, പക്ഷേ ഇത്ര ചെറുപ്പത്തിലേ കയറി ഇതുകൊണ്ട് വളരെ കാലം സർവീസിലിരിക്കാം. ശമ്പളവും കൂടിക്കൊണ്ടിരിക്കും. 21 വയസ്സുള്ള മകനൊപ്പം ക്വാർട്ടേഴ്സിലെത്തിയ ശേഷം വിനോദിയുടെ അന്തസ്സ് വീട്ടുകാർക്കിടയിലും അല്പം ഒന്ന് മെച്ചപ്പെട്ടു. അവളോട് അവജ്ഞയോടെ പെരുമാറിയിരുന്ന കൂടപ്പിറപ്പുകൾ പോലും മമതയോടെ പെരുമാറാൻ തുടങ്ങി. തറവാട്ടിൽ ചെല്ലുമ്പോൾ അവൾക്കിപ്പോൾ മുൻവശത്ത് കൂടി തന്നെ കയറി ചെല്ലാം. ആണുങ്ങളില്ലെങ്കിൽ പൂമുഖത്ത് തന്നെയിരുന്ന് വർത്തമാനം പറയാം. അവളെ തേടി ചായയും പലഹാരവും അവിടെ എത്തും. വിപിനെയും അവരൊക്കെ മതിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം വിനോദിനി പഴയ ആശുപത്രിവാസത്തിൻ്റെ കാര്യമോർക്കും. ആൺകുട്ടിയെ ശപിക്കരുതെന്നും വലുതായാൽ മഹാറാണിയായി വെക്കുമെന്നും പറഞ്ഞു തന്ന ആ അജ്ഞാതയായ സ്ത്രീയെ അവൾ മനസ്സിൽ തൊഴും. അവളുടെ പേര് പോലും ചോദിച്ചിരുന്നില്ല. അന്നേ നല്ല പ്രായമുണ്ട്, ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവാം. ഏത് ലോകത്തായാലും നന്നായിരിക്കട്ടെ. വിപിനൻ്റെ 27 വയസ്സുവരെ വിനോദിനി ആ 2 മുറി ക്വാർട്ടേഴ്സിലെ മഹാറാണിയെ തന്നെ വാണു. വിപിനൻ ഒരു പെൺകുട്ടിയെയും കല്യാണം കഴിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചില്ല. ഇടയ്ക്ക് മരതകം അത് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. ചെറുപ്രായത്തിലെ കല്യാണം പണി വയ്ക്കണം. ആൺമക്കളുടെ കണ്ണും കാലും കെട്ടാനുള്ള വഴിയാണത്. നേരത്തെ കുടുംബമാക്കി കൊടുത്താൽ കെട്ട വഴിയെ അവർ പോകില്ല, കെട്ട പഴക്കങ്ങൾ ഉണ്ടാക്കില്ല. ജ്ഞാനശേഖരൻ്റെ തിരുമണം 23 വയസ്സിലായിരുന്നു. പരിമളത്തിന് 18 മാത്രം. ശീഘ്രം വിപിനുക്ക് പെണ്ണുപാര്, കല്യാണം പണി വയ്ക്ക്. മരതകത്തിൻ്റെ വാക്കുകൾ വിനോദിനി ചിരിച്ചു തള്ളുകയായിരുന്നു പതിവ്. പക്ഷേ ഒരു ദിവസം വിപിനൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞതോടെ അവൾ നിസ്സഹായയായിപ്പോയി. ബ്രോക്കർ പറഞ്ഞു തന്ന പ്രൊപ്പോസലാണെന്നും ശനിയാഴ്ച അയാൾക്കൊപ്പം അവളുടെ വീട്ടിൽ പോകുന്നുവെന്നുമായിരുന്നു വിപിനൻ പറഞ്ഞത്. ഞാൻ വരണ്ടേ എന്ന് തളർന്ന ശബ്ദത്തിൽ വിനോദിനി ചോദിച്ചു. തനിക്ക് കല്യാണപ്രായമായെന്ന് അവൻ തന്നെ പറഞ്ഞത് അവളെ അപമാനിതയാക്കിയതുപോലെ തോന്നി. 2 വർഷം കൂടി കഴിഞ്ഞ് ഇക്കാര്യം താൻ അങ്ങോട്ട് പറയുമെന്നും അപ്പോഴവൻ കല്യാണമൊന്നും ഇപ്പോൾ വേണ്ട എന്ന് വാശി പിടിച്ച് ഒഴിയുമെന്നും ഒക്കെയായിരുന്നു വിനോദിനി പ്രതീക്ഷിച്ചത്. പുറകെ നടന്ന് ശല്യപ്പെടുത്തിയാൽ അവസാനം താൻ തന്നെ കണ്ടെത്തി കൊടുക്കുന്ന ഒരുവളെ അവൻ കെട്ടിയൊന്നും വരാം. പരിമളത്തെപ്പോലെ പാവമായ ഒരു പെൺകുട്ടി. ഇനിയിപ്പോൾ അവൻ കല്യാണം വേണ്ടെന്ന് തീർത്തും വാശി പിടിച്ചാൽ വിനോദിനി അധികം നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല. വേണ്ടെങ്കിൽ വേണ്ട, ജീവിക്കാൻ കല്യാണം കഴിച്ചേ മതിയാകൂ എന്നൊന്നുമില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ താനുണ്ട്. വയസ്സായി വയ്യാതാകുമ്പോഴത്തെ കാര്യം അന്നേരം നോക്കാം. ഇപ്പോഴെന്തായാലും വിപിന് താനുണ്ട്, താൻ മതി. ഇങ്ങനെയൊരു വിചിത്രമായ തോന്നലായിരുന്നു വിനോദിനിക്ക് മകൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ചുണ്ടായിരുന്നത്. അവന് ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുങ്ങളുണ്ടാവുക, അവൻ്റെ ലോകത്തുനിന്ന് താൻ ഒഴിഞ്ഞുമാറി ഇരിക്കേണ്ടി വരിക, അവിടെ തനിക്ക് ഇടമേ ഇല്ലാതാവുക, ഇതൊക്കെ വിനോദിനിയെ ഭയപ്പെടുത്തി. ജീവിതത്തിലേറെ വർഷവും അരികുകളിൽ മാത്രം ജീവിച്ചവളാണവൾ. കുറച്ച് വർഷങ്ങളായിട്ടേയുള്ളൂ അവൾ തനിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഒരു കുഞ്ഞു ലോകവും ഉണ്ടാക്കിയിട്ട്. വീണ്ടും അതിൽ നിന്ന് തെറിച്ച് അകലെ പോകുന്നത് അവൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ വിപിനൻ സ്വയം വേറൊരു അച്ചുതണ്ടിൽ കറങ്ങാനുള്ള ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുകയാണ്. തനിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണവും പരിചരണവും മാത്രം കിട്ടിയാൽ പോരാ, ശാരീരികമായ ആവശ്യങ്ങളുമുണ്ട്. താനൊരു മുതിർന്ന പുരുഷനായി കഴിഞ്ഞു എന്നവൻ അമ്മയോട് വാക്കുകളില്ലാതെ പറഞ്ഞ നിമിഷം മുതൽ ആ ബ്രോക്കറെയും അയാൾ കൊണ്ടുവന്ന ആലോചനയെയും അവൻ കാണാനിരിക്കുന്ന പെണ്ണിനെയുമൊക്കെ വിനോദിനി കഠിനമായി വെറുത്തു. എന്തു വന്നാലും ഈ ആലോചന നടത്തില്ലെന്ന് അവൾ മനസ്സിലുറപ്പിക്കുകയും ചെയ്തു. ഇത് വേണ്ട, കുറച്ച് വർഷങ്ങൾ കൂടി ഇങ്ങനെയങ്ങ് കഴിയട്ടെ. വിപിനൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നതോ സ്നേഹിക്കുന്നതോ ഒന്നും അവളുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. താനും വിപിനും മാത്രം മതി, കുറച്ച് നാളേക്കെങ്കിലും അത് മതി. പക്ഷേ വിനോദിനിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും നടന്നില്ല. വിപിനൻ്റെ ജാതകത്തിലെ വിചിത്രമായൊരു യോഗം ചൂണ്ടിക്കാട്ടി കേതുദശയ്ക്ക് മുമ്പ് കല്യാണം നടക്കണമെന്ന് ജ്യോത്സ്യൻ വിധിച്ചതോടെ സാധാരണ വിവാഹാലോചനകൾക്ക് കിട്ടുന്ന സാവകാശം പോലും കിട്ടാതെ കൃത്യം 25ാമത്തെ ദിവസം കല്യാണം നടത്തേണ്ടി വന്നു വിനോദിനിക്ക്.
ചെറിയ നോട്ട് ബുക്കിലെഴുതിയ ആ ജാതകം എത്രയോ കാലം വിനോദിയുടെ തുണിപ്പെട്ടിയിലുണ്ടായിരുന്നു. അതിലിങ്ങനെ ഒരു കെണി ഒളിച്ചിരിപ്പുണ്ടെന്ന് അവൾ അറിയാതെ പോയി. അറിഞ്ഞെങ്കിൽ ചിലപ്പോൾ അവളത് നശിപ്പിച്ചു പോലും കളഞ്ഞേനെ. കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് അവൾ തന്നെ മുമ്പിട്ടിറങ്ങേണ്ടി വന്നു. എപ്പോൾ എങ്ങനെ കാര്യങ്ങൾ വിട്ടു കളയണമെന്ന് സഹജമായൊരു വാസന കൊണ്ടെന്നോണം സ്ത്രീകൾക്കറിയാം. വിനോദിനി താനും മകനും മാത്രമുള്ള കുഞ്ഞു ലോകത്തിൻ്റെ ചുവരുകൾ പൊളിച്ചു കളഞ്ഞു. അതിന് തുറന്നു കിടക്കട്ടെ. വിപിന് ഇഷ്ടപ്പെട്ട പെണ്ണ് ആ തുറസ്സിലേക്ക് കയറി വരട്ടെ. പൊളിഞ്ഞതൊക്കെ അടുക്കിക്കൂട്ടി അവൾക്കൊരിക്കലും അവളും ഭർത്താവും മാത്രമുള്ളൊരു ലോകം സൃഷ്ടിക്കാനാവില്ല. അവൾ കയറി വരുന്നതൊരു മൈതാനത്തിലേക്കാണ്. വീട്ടിൽ 6 വർഷമായി താനുപയോഗിക്കുന്ന കിടപ്പുമുറി വിട്ടുകൊടുക്കില്ല. അടുക്കളയിൽ ഒരു പാത്രം പോലും സ്ഥാനം മാറാൻ അനുവദിക്കില്ല. അവൾ വരട്ടെ. പക്ഷേ ആ വിവാഹത്തിൻ്റെ പിറ്റേന്ന് മുതൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുകയും പക്ഷേ അതിലെ ഒന്നുമായി ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്ന വിചിത്രമായൊരു വിധിയാണ് തന്നെ കാത്തിരിക്കുന്നതെന്ന് വിനോദിനിക്ക് അറിയില്ലായിരുന്നു. ലോകത്തിൻ്റെ എല്ലാ പൊടിപടലങ്ങളിൽ നിന്നും ബന്ധങ്ങളുടെ നാരുകളിൽ നിന്നും വിമുക്തമായൊരു സ്വതന്ത്ര ജീവിതം, വേദനയോ വികാരങ്ങളോ ഇല്ലാത്ത ശരീരവും ഓളപ്പാത്തികളിൽ ഒഴുകുന്ന പോലൊരു അബോധ മനസ്സും അവളെ വേറൊരു അവസ്ഥയിലേക്ക് എത്തിക്കും. അവൾ സ്വന്തം ശരീരത്തെ മറക്കും. അവൾ എന്ന സ്വത്വം ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഒരു വർണ്ണ കുമിള വായുവിൽ തങ്ങി നിൽക്കുകയാണ്. അതവിടെയുണ്ടെന്ന് അവൾക്ക് കാണുന്നുമുണ്ട്. തനിക്ക് ചുറ്റുമുള്ള ഒച്ചയനക്കങ്ങളും അവൾക്ക് പിടിച്ചെടുക്കാം. കണ്ണു തുറക്കുമ്പോൾ വിപിനെയും അവൻ്റെ ഭാര്യയെയും അവ്യക്തമായി കാണാം. ഒന്നിലും ഇടപെടാതെ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടാതെ അവൾ കിടക്കും. തൻ്റെ ഉണ്മ മഴവിൽ ഒളിപ്പിച്ച ഒരു കുമിള പോലെ തനിക്ക് ചുറ്റും പാറിപ്പറക്കുന്നതിൽ മാത്രം ബദ്ധശ്രദ്ധയായിരിക്കുകയാണവൾ. ഉന്മാദകരമായൊരു ലഹരി അത് അവളുടെ മനസ്സിനെ തൊട്ടനുഭവിക്കുന്നുണ്ട്. ഇനിയൊരിക്കലും ശരീരത്തെ കേന്ദ്രീകരിച്ചുള്ള ആ പഴയ ജീവിതത്തിലേക്ക് അവൾക്ക് തിരിച്ചു വരണ്ട. വിനോദിനി ആഗ്രഹിക്കാതെയും ഇഷ്ടപ്പെടാതെയും അവളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന് ഇപ്പോഴവളുടെ ശരീരത്തെ പരിചരിക്കുന്ന രത്നമേഖല എല്ലാ സന്ധ്യകളിലും ദേഹം തുളച്ചു കൊടുത്ത ശേഷം ദൈവങ്ങളുടെ ചിത്രങ്ങൾ തൂക്കിയ ചുവരിന് താഴെ സ്റ്റൂളിലിരിക്കുന്ന അളുക്കളിൽ നിന്ന് ഓറഞ്ച് നിറ സിന്ദൂരമെടുത്ത് വിനോദിനിയുടെ നെറ്റിയിൽ തൊട്ടുകൊടുക്കും. കാരക്കൽ ഭ്രാന്തിയുടെ പ്രസാദമാണെന്ന് അവൾക്കറിയില്ല. അങ്ങനെയൊരു സ്ത്രീ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നെന്നോ, തൻ്റെ അമ്മായിയമ്മയെപ്പോലെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളാണെന്നോ ഒന്നും അറിയാതെ നിർവികാരമായി ദേവി രക്ഷിക്കണേ എന്നൊരുവിട്ട് അവളത് വിനോദിനിയുടെ നെറ്റിയിൽ തൊടും. ശരീരത്തിനും അപ്പുറത്തുള്ള ഏതോ ആനന്ദമൂർച്ചയിൽ വിനോദിനിയുടെ ഉടലൊന്ന് വിറയ്ക്കും. കഥ തുടരും.